ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ് ബയോളജിയുടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ? ഏതാണ് ചാപ്റ്ററിൻ്റെ പേര്? പരിണാമത്തിൻ്റെ വഴികൾ, അല്ലെങ്കിൽ എന്താണ് പാർട്സ് ഓഫ് എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ്റെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചു കാണും അല്ലേ? പഠിക്കാത്തവർ കാണും. എന്താണ് നമുക്ക് ഇന്ന് അങ്ങോട്ട് സെറ്റായിട്ട് ഇതങ്ങോട്ട് പഠിക്കാം കേട്ടോ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? പരിണാമത്തിൻ്റെ വഴികൾ, അല്ലെങ്കിൽ പാർട്സ് ഓഫ് എവല്യൂഷൻ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാം. തിയറീസ് ഓഫ് എവല്യൂഷൻ, എവല്യൂഷനിലെ എന്താണ് തിയറീസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ എന്താണ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ദെൻ നെർവസ് സിസ്റ്റം മനുഷ്യരിലെ നാഡീവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വരുന്ന ന്യൂറോൺസിനെയും സിനാപ്സിനെയും നെർവ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മനുഷ്യരുടെ മെയിനായിട്ടുള്ള ഒരു പാർട്ടായ എന്താണ് ബ്രെയിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്പൈനൽ കോഡ്, ദെൻ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ നെർവസ് സിസ്റ്റം ഇൻ അതർ ഓർഗാനിസംസ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ? പഠിച്ചു കഴിഞ്ഞവരാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് എവല്യൂഷൻ. എന്താണ് എവല്യൂഷനിലേക്ക് നയിച്ച അല്ലെ, എവല്യൂഷൻ ഇങ്ങനെയൊക്കെയാണ് കാരണമെന്ന് പറയാൻ നയിച്ച ചില തിയറീസുകൾ ഏതൊക്കെയാണ്, സിദ്ധാന്തങ്ങൾ, പരിണാമ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് നിങ്ങളുടെ ഈ 10ാം ക്ലാസ്സിലെ നമ്മുടെ ബയോളജി ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 പേരുടെ തിയറീസാണ്. ആരുടെയൊക്കെയാണ്? നമ്മുടെ ഡാർവിൻ്റെയും ആരുടെയാണ്? ലാമാർക്കിൻ്റെയും തിയറി. ആരുടെയൊക്കെ തിയറിയാണ്? ഡാർവിൻ്റെയും ലാമാർക്കിൻ്റെ തിയറിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലാമാർക്ക്. ഓക്കെ, ദെൻ ഇതാണ് എന്ത്? ഡാർവിൻ. ഓക്കെ, ഡാർവിൻ്റെയും ലാമാർക്കിൻ്റെയും തിയറിയാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, തിയറീസ് ഓഫ് എവല്യൂഷൻ ചോദിക്കുമ്പോൾ ആരെയൊക്കെ ഓർക്കണം നമ്മൾ? ലാമാർക്കിനെ ഓർക്കണം, ഡാർവിനെ ഓർക്കണം. ഓക്കെ, ലാമാർക്കിൻ്റെ ആ തിയറിനെ എന്താണ്? ലാമാർക്കിസം എന്നാണ് പറയുന്നത് മക്കളെ. എന്താണ് ലാമാർക്കിസം? ഇനി ഈ ലാമാർക്കിസത്തിൻ്റെ ഈ തിയറിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. എന്താണ്? ചില സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക? ആർജിച്ചെടുക്കുന്ന അല്ലേ, അതാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ദെൻ ഇതാരാണ് ഈ തിയറി കൊണ്ടുവന്നത്? നമുക്കറിയാം, ലാമാർക്കാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ലാമാർക്കിസം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് കേട്ടോ. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. ദെൻ ഇതിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓർഗാനിസംസ് അക്വയർ ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് ഓർ ദി യൂസ് ഓർ ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ക്യാൻ ബി പാസ്ഡ് ഓൺ ദെയർ ഓഫ് സ്പ്രിങ്. ഇത്രയുള്ള മക്കളെ എന്താണ് ലാമാർക്കിസത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമോ അല്ലെ പ്രകൃതിയിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമോ എന്ത് ചെയ്യുന്നു ആ ഒരു ഓർഗാനിസം അവയുടെ എന്താണ് ആ ഒരു ഓർഗൻസ്, ഏതെങ്കിലുമൊക്കെ ഓർഗൻസിൻ്റെ എന്താണ് യൂസിൻ്റെയും ഡിസ്യൂസിൻ്റെ അല്ലെ ഉപയോഗത്തിൻ്റെയും ഉപയോഗമില്ലായ്മയുടെ ആവശ്യകത വരും അല്ലെ. അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അടുത്ത അവരുടെ ഓഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്വഭാവം പാസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഒരു സ്വഭാവം? അവരുടെ അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറേ ഒരു ജനറേഷൻ ഫോം ചെയ്യുന്നു. ഇതാണ് ടീച്ചർ പറഞ്ഞത്. എന്താണ് അവരുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് ടൈം, അതിൻ്റെ ജീവിതകാലത്തിൽ എന്താണ് ഏതെങ്കിലും ഒക്കെ എന്താണ് പ്രകൃതിയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം മൂലം എന്താണ് അവരുടെ ആ ഒരു ഓർഗൻസ്, ഏതെങ്കിലും ഒരു ശരീരഭാഗ അവയവങ്ങൾ എന്താണ് ആവശ്യകതയ്ക്ക് അനുസരിച്ച് അവർ എന്ത് ചെയ്യുക? ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഉപയോഗിക്കാനും ഉണ്ട്, ഉപയോഗിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ചതാണെങ്കിൽ ആ ഒരു കാര്യം തുടർന്ന് അവരുടെ അടുത്തടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ക്യാരക്ടേഴ്സ് പാസ് ചെയ്തു പോകുന്നു. ഇനി ഉപയോഗിക്കാതെ വരുമ്പോൾ എന്താണ് ആ ഒരു സ്വഭാവം അല്ലേ, അതെന്ത് ചെയ്യുന്നു? അടുത്തടുത്ത് അവരുടെ ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ലാമാർക്കിസത്തിൽ ഇതാണ് പറയുന്നത്. എന്താണ്? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇനി ഡാർവിൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡാർവിൻ്റെ തിയറിയിൽ നമുക്ക് ഡാർവിനിസം എന്ന് പറയും. അതുപോലെ തന്നെ ആ തിയറിയുടെ മറ്റൊരു പേരാണ് എന്ത്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ഇത് കൊണ്ടുവന്നത്? നമ്മുടെ ചാൾസ് ഡാർവിൻ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ഒരു യാത്ര നടത്തിയേ.
അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ള കുറച്ച് പേരും കൂടെ കുറെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് എന്ത് ചെയ്തു, ഇദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിലേക്ക്, ഗാലപ്പഗോസ് എന്ന ദ്വീപിലേക്ക് അദ്ദേഹം ഒരു യാത്ര നടത്തിയപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഫിഞ്ചസ് എന്ന് പറഞ്ഞ പക്ഷികളെ നിരീക്ഷിച്ചു. അദ്ദേഹവും സംഘവും നിരീക്ഷിച്ചപ്പോൾ അതിന്റെ ബീക്കില്ലേ, ചുണ്ട് നമ്മുടെ പക്ഷികൾക്കൊക്കെ ഉള്ള ചുണ്ടില്ലേ, ഓക്കെ, ആ ചുണ്ടിന് എന്താണ് ചില പ്രത്യേകതകൾ കാണാൻ സാധിച്ചു, അല്ലെ ചില വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധിച്ചു, അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. മക്കളെ എന്ത് ചെയ്തു, പഠിക്കാനായിട്ട് തുടങ്ങി, അല്ലെ. പഠിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആർക്ക്, നമ്മുടെ ഈ ഫിഞ്ചസിന്റെ ബീക്കിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബീക്കിനുണ്ടല്ലോ, അവരുടെ ചുണ്ടിന് എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞേ, ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിന്റെ സൈസിൽ വ്യത്യാസം കാണിച്ചു, അല്ലെ. അതുപോലെ തന്നെ എന്തായിരിക്കും, അതിന്റെ ചിലർക്ക് കട്ടിയുള്ള ചുണ്ടായിരിക്കും, ചിലർക്ക് കട്ടി കുറഞ്ഞ ചുണ്ടായിരിക്കാം, അല്ലെ. അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളും കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മെയിൻലി ഷേപ്പിലും സൈസിലും എന്ത് ചെയ്യാൻ കാണാൻ സാധിച്ചു, വ്യത്യാസം അദ്ദേഹത്തിന്, നമ്മുടെ ഡാർവിന് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ അദ്ദേഹം ഈ വ്യത്യാസത്തിന് വന്ന കാരണം എന്താണ് എന്ന് അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സിലായി. അവർക്ക് പ്രകൃതിയിൽ നിന്ന് ഫുഡിന്റെ ലഭ്യതയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്തു, അവരുടെ ബീക്കിന് എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. പ്രകൃതിയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഫുഡിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്തു, അവരുടെ ചുണ്ടിന് വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ ചുണ്ടിന് വ്യത്യാസം വന്നു. കുറെ പേരിപ്പം കുറെ പക്ഷികൾ, അല്ലെ, അവരുടെ എണ്ണം കൂടുമ്പോഴേക്കും ഫുഡിന്റെ ലഭ്യത കുറയും, അല്ലെ. ഫുഡിന്റെ ലഭ്യത എല്ലാവർക്കും കിട്ടണ്ടേ ഫുഡ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, കുറച്ച് പേര് അപ്പൊ ചിലർ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നവരായിരിക്കും ആ പക്ഷികളിൽ. അപ്പൊ അവരുടെ ചുണ്ട് അതിനു വേണ്ടിയുള്ള സെറ്റപ്പിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് എല്ലാവരും ഫ്രൂട്ട്സ് തിന്ന് തീരാറായപ്പോഴേക്കും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് ചിലർ നശിച്ചു പോകാൻ തുടങ്ങി. അതിൽ നിന്ന് കുറച്ച് പേര് എന്ത് ചെയ്യും, അവരുടെ ചുണ്ട് വേറെ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യും. സീഡ് തിന്നാനായിട്ട് തുടങ്ങും. ഫ്രൂട്ട്സ് തിന്നുകൊണ്ടിരുന്നവർ പയ്യെ സീഡ് തിന്നാനായിട്ട് തുടങ്ങും. അപ്പോൾ സീഡ് തിന്നണമെങ്കിൽ ചിലതിന് സീഡ് എങ്ങനെയായിരിക്കും, ചില കട്ടിയുള്ള തോട് ഇല്ലാത്തതായിരിക്കും ചിലത്. അപ്പൊ ചിലരുടെ ബീക്ക് എന്തായിരിക്കും, അതിനെ കടിച്ചു പൊട്ടിച്ച് അവർക്ക് തിന്നാനായിട്ട് പറ്റും, അല്ലെ. ചില പക്ഷികൾക്ക് എന്ത് ചെയ്യല, കട്ടിയുള്ള തോട് പൊട്ടിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും. ചിലർക്ക് അത് പറ്റും, കട്ടിയുള്ള തോട് അവരെന്ത് ചെയ്യും, കുത്തി പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ളത് എടുത്ത് കഴിക്കും. ഇനി ചിലരെന്ത് ചെയ്തു, ഇവർക്ക് ഇങ്ങനെ വിത്ത് തിന്നാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരെന്ത് ചെയ്യും, കുറച്ച് ഇൻസെക്റ്റിനെ എന്ത് ചെയ്യും, പിടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവരുടെ ചുണ്ട് അതിനു വേണ്ടി മാറ്റി. അങ്ങനെ ഇങ്ങനെ ചിലർ ഫുഡിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഇവരുടെ സാഹചര്യം, അല്ലെ, അവരുടെ യൂസും ഡിസ്യൂസും, അല്ലെ, അതിവിടെ പറയുന്നില്ല. ഒരു ഫുഡിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അവരുടെ ചുണ്ടിന് മാറ്റം വന്നു. അപ്പൊ അവർക്കൊരു ആൻസിസ്റ്റർ ഉണ്ട്, ഒരു പൂർവികരായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അതിൽ നിന്ന് എന്ത് വന്നു, ചില വേരിയേഷൻ, എങ്ങനെ എൻവയോൺമെന്റിൽ നിന്നുണ്ടായ ഇൻഫ്ലുവൻസ് മൂലം അവരിൽ കുറച്ച് പേർക്ക് ചേഞ്ച് വന്നു. അതെന്ത് ചെയ്തു, ഒരാൾ ചേഞ്ച് വന്നു, അവരിൽ ആ ജനറേഷനിലേക്കും എന്ത് ചെയ്തു, ഈ ഒരു വ്യത്യാസം മാറ്റി, അല്ല, ഈ വ്യത്യാസം എന്ത് ചെയ്തു, അങ്ങോട്ടും ചെന്നു, അടുത്തടുത്ത ജനറേഷനിലേക്കും ചെന്നു. അങ്ങനെ ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്തു, അല്ലെ, ആ പുതിയ ആളുകൾ ഫോം ചെയ്തു. അതാണ് എന്തിൽ പറയുന്നത്, ഡാർവിനിസത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ തിയറിക്ക് എന്ത് പേരിട്ട് മക്കളെ, നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള പേരിട്ടത്. ഏത് പേരാണ്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങ് നോക്കിക്കോ, അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം, നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി പ്രകാരം അദ്ദേഹം മുന്നോട്ട് വെച്ച 5 പോയിന്റ്സുകളുണ്ട്. ഒന്നാമത്തെ ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അമിതോൽപാദനം എന്ന് പറയും, അല്ലെ. പിന്നെ വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ. മൂന്നാമത്തെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ. ദെൻ സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ്. പിന്നെ നാച്ചുറൽ സെലക്ഷൻ. ലാസ്റ്റ് 1 പോയിന്റ് ആണ് ഏത്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ, ഓവർ പ്രൊഡക്ഷൻ ഇത് കുഞ്ഞുങ്ങൾ കുറെ ധാരാളമായിട്ട് ഇവരുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു വരും, അല്ലെ. ഫുഡിന്റെ ലഭ്യതയൊക്കെ വേണ്ടേ. ഓക്കെ, അങ്ങനെയാണ് അത് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ, വേരിയേഷൻസിന് പറയുന്നത്, വ്യതിയാനങ്ങൾ. അവരുടെ ഷേപ്പില്, സൈസില്, അല്ലെ, അവരുടെ കളറില് പല പല വ്യത്യാസങ്ങൾ എന്ത് ചെയ്തു, പല പല ജനറേഷനിലേക്ക് ഒരാൾക്ക് അത് വന്നു, അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്തു, ഇത് പാസ് ചെയ്ത് വന്നു. അതും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. ദെൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ടീച്ചർ പറഞ്ഞു, ഫുഡിന്റെ ലഭ്യത
എന്താണ് ഇവരുടെ ഇടയിൽ കുറഞ്ഞു വന്നപ്പോഴേക്ക് എന്ത് ചെയ്തു, ഇവർക്ക് നിലനിൽക്കണം അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും, ഫുഡിന് വേണ്ടിയുള്ള ഫൈറ്റ് ഉണ്ടാകും അല്ലെ, ഫൈറ്റ് ഉണ്ടാകുമല്ലോ. അപ്പൊ എന്താണ്, കുറച്ചു പേര് എന്ത് ചെയ്യും, നിലനിൽക്കും അല്ലെ, കുറച്ചു പേര് എന്ത് ചെയ്യും, നശിച്ചു പോകും അല്ലെ മക്കളെ, നശിച്ചു പോകത്തില്ലേ? അതെ അല്ലെ, നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇവർക്ക് എന്താണ് ഇണകളെ അല്ലെ, മീറ്റിനെ കിട്ടാതെ വരുമ്പോഴും എന്ത് ചെയ്യും, ആ ഒരു മത്സരം അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ എന്താണ്, ഫുഡിന്റെ ലഭ്യതയിലാണ്. ഓക്കെ, ഫുഡിന്റെ ലഭ്യതയിൽ എന്താണ് ഒരു വ്യത്യാസം വരുമ്പോഴേക്കും ഇവർ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. കുറച്ച് പേര് സർവൈവ് ചെയ്യും, കുറച്ച് പേര് എന്ത് ചെയ്യത്തില്ല, സർവൈവ് ചെയ്യത്തില്ല. ദെൻ അടുത്ത എന്താണ്, സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ്. അതിൽ പറയുന്നത് എന്താണ്, അത് ഇതുപോലെ തന്നെ സെയിം എന്ത് തന്നെയാണ്, കുറച്ചു പേര് എന്ത് ചെയ്യും, നിലനിൽക്കും അല്ലെ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സമ്മർദ്ദം മൂലം എന്താണ്, ചില വ്യതിയാനങ്ങളൊക്കെ വരും. ആ വ്യതിയാനങ്ങളിൽ നിന്ന് എന്താണ്, കുറച്ചു പേര് സർവൈവ് ചെയ്ത് നിൽക്കും, കുറച്ചു പേര് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നശിച്ചു പോകും കേട്ടോ. ഇനി അപ്പം നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്താണ്, നാച്ചുറൽ സെലക്ഷൻ. ലാസ്റ്റ് 1 പോയിന്റ് അല്ലെ, എന്താണ് നാച്ചുറൽ സെലക്ഷൻ, എന്താണ് പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സെലക്ട് ചെയ്യുന്നത്. ഇവരെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്, ഇവരെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്, അതുകൊണ്ട് ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യും, നിലനിർത്തും അല്ലെ. അപ്പൊ എന്താണ്, പ്രകൃതിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത് മക്കളെ. അപ്പൊ ഈ 4 പോയിന്റും ഡാർവിനിസത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഏതൊക്കെയാണ്, 4 അല്ല 5 പോയിന്റ്. ഏതൊക്കെയാണ്, ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻസ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ്, ദെൻ ഏതാണ്, നാച്ചുറൽ സെലക്ഷൻ. ഇനി നമ്മൾ ഡാർവിനിസവും ലാമാർക്കിസവും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുവാണ്. അപ്പൊ നമ്മുടെ ലാമാർക്കിസ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ജിറാഫില്ലേ, നമ്മുടെ ജിറാഫ് കൂട്ടന്മാരെ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ലാമാർക്കിസിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ്, തുടക്കം ആദ്യ സമയങ്ങളിൽ എന്താണ്, നമ്മുടെ ജിറാഫിന് ഷോർട്ട് നെക്കുകളായിരുന്നു. എന്താണ്, ചെറിയ ഷോർട്ടായിട്ടുള്ള എന്താണ് നെക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്താണ്, ഇവരുടെ കുറെ എണ്ണം കൂടിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ആദ്യം ആ കുഞ്ഞ നെക്കായിരുന്ന സമയത്ത് ഇവർ എന്താണ്, സാധാ പുല്ലുകളൊക്കെ കഴിച്ച് ജീവിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിച്ചു, അവരുടെ നെക്കുകൾ അവരെന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് പയ്യെ അവർ എന്തിനു വേണം, ഫുഡ് താഴത്തേക്ക് തീരുന്നു അല്ലേ, അങ്ങനെയല്ല കിട്ടാതെ വന്നപ്പോഴേക്കും അവർ എന്ത് ചെയ്യും, പയ്യെ എന്താണ്, കുറച്ച് പൊങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ മരങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു, പയ്യെ ഇവർ സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്താണ് സ്ട്രെച്ച് ചെയ്തത്, അവരുടെ നെക്ക് അല്ലേ, അവരുടെ കഴുത്ത് അവരെന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയാണ്, ഫുഡാണ് അല്ലെ, ഫുഡാണ് മെയിൻ മക്കളെ, ഫുഡല്ല മെയിൻ. അപ്പം ഫുഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, അവര് സ്ട്രെച്ച് ചെയ്തു. ദെൻ എന്താണ്, അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് വന്നു. എന്തിൻ്റെ, നെക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് വന്നപ്പോഴേക്കും എന്താണ്, നമ്മുടെ ഇപ്പോൾ കാണുന്ന ജിറാഫ് ഉണ്ടല്ലോ, കഴുത്ത് നീണ്ട നമ്മുടെ ജിറാഫ് അത് ഫോം ചെയ്തെന്നാണ് ആര് പറയുന്നത്, ലാമാർക്കിസത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻവയോൺമെന്റ് കോസസ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസംസ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, പ്രകൃതിയാണ് നമ്മുടെ ഓർഗാനിസത്തിൽ എന്ത് കൊണ്ടുവരുന്ന വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ലാമാർക്കിസത്തിൽ അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലായോ, എന്താണ്, കുഞ്ഞ് നെക്കുകളുള്ള അതായത് കഴുത്തുള്ള ജിറാഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ, എല്ലാവരും ആളെണ്ണം കൂടി വന്നപ്പോഴേക്കും ആർക്കും ഫുഡ് തികയാതെ വന്നു. അപ്പോൾ കുറച്ച് പേർ എന്ത് ചെയ്തു, പയ്യെ കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു, ഇവർ സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് സ്ട്രെച്ച് ചെയ്തു, അവർ നെക്ക് സ്ട്രെച്ച് ചെയ്ത് അവർ എന്ത് ചെയ്തു, പയ്യെ പുല്ല് അത് എന്താണ് ഇലകളൊക്കെ പറിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്താണ്, ഇവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, തുടർച്ചയായിട്ട് ഇവർ എന്ത് ചെയ്തു, ഇങ്ങനെ മരങ്ങളെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി ഇവർ എന്താണ്, ഇത് ഇങ്ങനെയുള്ള മരങ്ങളിൽ നിന്ന് ഇലകളൊക്കെ ഭക്ഷിച്ച് തുടങ്ങി. അങ്ങനെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ഓർഗൻ്റെ യൂസ് മൂലം എന്ത് ഫോം ചെയ്തു, നമ്മളിപ്പം കാണുന്ന നമ്മുടെ നീളമുള്ള കഴുത്തുള്ള ആര് ഫോം ചെയ്തു, ജിറാഫ് ഫോം ചെയ്തു. ഓക്കെ, ഇതാണ് ലാമാർക്കിസത്തിൽ പറഞ്ഞത്. ദെൻ അടുത്ത എന്താണ്, ഡാർവിനിസത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, അന്ന് പ്രകൃതിയിൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള നെക്കുകളുള്ള ആരുണ്ട്, ജിറാഫുകളുണ്ട്. എന്താണ്, കുറച്ച് പേർക്ക് ഷോർട്ട് നെക്കുകൾ, കുറച്ച് അത്യാവശ്യം മീഡിയം ലെവലിൽ എന്താണ് കഴുത്തുള്ള നെക്കുകളുള്ള ജിറാഫുകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്താണ്, അങ്ങനെ കുറച്ച് പേര് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ, അവരുടെ ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. എന്താണ്, പല വേരിയേഷൻസ്, നെക്കിൽ പല വേരിയേഷൻസ് ഉള്ള ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്, ഇവർക്ക് ഇതുപോലെ തന്നെ ഫുഡിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടന്നു അല്ലെ. ഫുഡിൻ്റെ ലഭ്യതയുടെ ഒരു കുറവ് വന്നപ്പോഴേക്കും ഇവരെന്ത് ചെയ്തു,
ആ അതിൽ എങ്ങനെയുള്ളവരാണ്? വലിയ നെക്കുകളുള്ള അല്ലെ, ലോങ് നെക്കുള്ളവർ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. എന്താണ് മക്കളെ? ലോങ് നെക്കുള്ളവർ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. ഫുഡിന് വേണ്ടി അവിടെ എന്ത് നടന്നു? കോമ്പറ്റീഷൻ നടന്നു. ഷോർട്ട് നെക്കുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? മരങ്ങളിലുള്ള ഇലകൾ ചെന്നൊന്നും പറിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴേക്കും എന്താണ്? അവർ ചത്തുപോയി അല്ലെ, അവർ നശിച്ചു പോയി. ആകെ ആരാണ് നിന്നത്? അത്യാവശ്യം നെക്കുള്ള അല്ലെ, ലോങ് നെക്കുള്ള നമ്മുടെ ജിറാഫുകൾ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. സർവൈവ് ചെയ്തു മക്കളെ. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, പൊക്കമുള്ള ആ ഒരു നെക്ക്, ആ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തു? അവരിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്തു? ഇത് പാസ് ചെയ്തു. എന്ത് ചെയ്തു? ഇത് പാസ് ചെയ്തു. അങ്ങനെ ആര് ഫോം ചെയ്തെന്നാ പറഞ്ഞത്? നമ്മളിപ്പോൾ കാണുന്ന ലോങ് നെക്കായിട്ടുള്ള നമ്മുടെ ന്യൂ സ്പീഷീസ് ആയ ജിറാഫ് ഫോം ചെയ്തത്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഡാർവിനിസ്റ്റ് അദ്ദേഹം പറഞ്ഞു, എൻവയൺമെന്റ് സെലക്ട് ദി ഫേവറബിൾ വേരിയേഷൻസ് ഇൻ ഓർഗാനിസംസ്. എൻവയൺമെന്റ് ആണ് ഇവിടെ എന്ത് സെലക്ട് ചെയ്യുന്നത്? ഓർഗാനിസം സെലക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസിൽ. മനസ്സിലായ മക്കളെ? ഓക്കെ, ഡാർവിനിസത്തിൽ എന്താണ് പറഞ്ഞത്? വേരിങ് ആയിട്ട് നെക്കിന്റെ പ്രത്യേകതകളുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. അതിലെന്താണ്? ലോങ് നെക്കായിട്ടുള്ളവരാണ് സർവൈവ് ചെയ്തിരുന്നത്. ബാക്കി ഷോർട്ട് നെക്കുകളെല്ലാം എന്ത് ചെയ്തു? നശിച്ചു പോയി. എന്നിട്ട് എന്താണ്? ഈ ലോങ് നെക്ക് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത് നമ്മുടെ ന്യൂ സ്പീഷീസ് ആയ ആര് ഫോം ചെയ്തു? നമ്മുടെ ജിറാഫ് ഫോം ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ എവല്യൂഷനെ കുറിച്ച് നോക്കാം. ആരുടെ എവല്യൂഷൻ? ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് അല്ലെ, മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് അറിയണ്ടേ നമുക്ക്? നമ്മൾ എവിടെ നിന്നാ എങ്ങനെയാ ഫോം ചെയ്തെന്ന് അറിയണ്ടേ? ഓക്കെ, നമ്മൾ ഫോം ചെയ്ത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് വൺ ആരാണ് നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത്? സഹലാന്ത്രോപ്പസ് ആണ്. ആരാണ്? സഹലാന്ത്രോപ്പസ് ആണ്. അതിൻ്റെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ തലയോടിൻ്റെ എത്രയാണ്? 350 സെൻറ്റിമീറ്റർ ക്യൂബാണ്. എത്രയാണ്? 350 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്രം ചാഡ്. എന്താണ്? നമ്മുടെ ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ എന്ത് കിട്ടിയത്? ഫോസിൽ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ, ഫോസിൽ എന്താണ് ഫോസിൽ? എന്താണ്? നമ്മുടെ ഏതെങ്കിലും ജീവികളുടെയോ അല്ലെ, സസ്യങ്ങളുടെയോ അല്ലെ, എന്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അല്ലെ, പുരാതന അവശിഷ്ടങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സഹലാന്ത്രോപ്പോസിന്റെ ഫോസിൽ എവിടെ നിന്ന് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ സഹലാന്ത്രോപ്പോസിന്റെ ആഫ്രിക്കയിലെ ചാടിൽ നിന്നാണ് കേട്ടോ മക്കളെ കിട്ടിയത്. ഇത് എന്താണ്? ഇതാണ് നമ്മൾ ഫസ്റ്റ് ലിങ്ക്. എന്തിലെ? നമ്മുടെ ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ഫസ്റ്റ് ലിങ്ക്, ആദ്യ കണ്ണി എന്ന് പറയുന്ന ആരാണ്? സഹലാന്ത്രോപ്പസ് ആണ് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ ആണ് ഏത്? അസ്ട്രലോപിത്തക്കസ്. എന്താണ് മക്കളെ? അസ്ട്രലോപിത്തക്കസ്. ഇതിന്റെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ? 450 സെന്റിമീറ്റർ ക്യൂബ് ആണ്. എത്രയാണ്? 450 സെന്റിമീറ്റർ ക്യൂബ്. ഇതിന്റെ ഫോസിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ഇതിന്റെ പ്രത്യേകത എന്താ? ബൈപെഡലിസം. എന്താ മക്കളെ ബൈപെഡലിസം? രണ്ട് കാലയില് നടക്കുന്നവരാണ് അല്ലെ. രണ്ട് കാലിൽ എന്താണ്? ഇരുകാലി നടത്തമെന്ന് പറയും അല്ലെ. രണ്ട് കാലിൽ നടക്കുന്നവരാണ്. ദെൻ ഹോമോ ഹാബിലിസ്. എന്താണ്? ഹോമോ ഹാബിലിസ്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 600 സെന്റിമീറ്റർ ക്യൂബാണ്. എത്രയാണ്? 600 സെന്റിമീറ്റർ ക്യൂബ്. ഇവരുടെ ഫോസിലും നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്ന് തന്നെ കിട്ടി കേട്ടോ മക്കളെ. എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ഇവരുടെ സ്കള്ളിൻ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ തലയോട്. ഓക്കെ, തലയോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. എന്താണ്? ലാർജ് തലയോടാണ്. ഇനി അവർ അന്ന സമയത്ത് എന്താണ്? കല്ലുകൾ വെച്ച് കല്ലുകളൊക്കെ ചെത്തിമിനുക്കി അവർ എന്ത് ചെയ്തു? ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒക്കെ അത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? വേട്ടയാടി അല്ലെ, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിനെ ഭക്ഷിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഇവരെങ്ങനെയാണ്? കുഞ്ഞു കുഞ്ഞു സ്മോൾ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ജീവിച്ചിരുന്നത് അല്ലെ, താമസിച്ചിരുന്നത്. ഓക്കെ, ആരുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഹോമോ ഹാബിലിസ്. ദെൻ അത് കഴിഞ്ഞ് ആര് വന്നു? ഹോമോ ഇറക്ടസ്. എന്താണ്? ഹോമോ ഇറക്ടസ്. മക്കളെ ഇവിടെ നോക്കിയേ, സഹലാന്ത്രോപ്പസിനും അസ്ട്രലോപിത്തക്കസിനും കുറച്ച് എന്താണ് വേരിയേഷൻസ് വന്ന് ആര് ഫോം ചെയ്തു? ഹോമോ അല്ലെ. പിന്നീട് എങ്ങോട്ട് കണ്ടിന്യൂസ് മൊത്തം ഹോമോയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഹോമോ എന്ന ജീനസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഹോമോ ഇറക്ടസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 900 സെന്റിമീറ്റർ ക്യൂബ് ആണ്. എന്താണ്? 900 സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ അതിന്റെ ക്രേനിയൽ കപ്പാസിറ്റി. ഇതിന്റെ ഫോസിൽസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടി? ആഫ്രിക്കയിൽ നിന്ന് കിട്ടി, ഏഷ്യയിൽ നിന്ന് കിട്ടി, യൂറോപ്പിൽ നിന്ന് കിട്ടി. ഓക്കെ, ഏബിൾ ടു വോക്ക് അപ്രൈറ്റ് ഓൺ 2 legs. എന്താണ്? നമ്മൾ പറഞ്ഞു മറ്റൊരു ബൈപെഡലിസ കാണിച്ചുകൊണ്ടിരുന്നത്, അതായത് 2 കാലിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവരെന്താണ്? പൊങ്ങി നിന്ന് നടക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ്?
എങ്ങനെയാണ് അവർ നടക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് അവരെ ഇരുകാലിൽ നിവർന്ന് നടന്നു. ഇരുകാലിൽ എന്ത് ചെയ്തു? അവര് നിവർന്ന് നടന്നു. ഓക്കെ, ആ പ്രത്യേകത കാണാൻ സാധിച്ചു. ദെൻ പിന്നെ എന്താണ്? ഇവർക്ക് ലാർജ് ഫോർഹെഡ് ആണ്. എന്താണ്? വലിയ നെറ്റിത്തടമാണ്. ദെൻ എന്താണ്? ഒംനിവോറസ് ആണ്. ഒംനിവോറസ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തിനെയും ഭക്ഷിക്കും. അതായത് പച്ചക്കറി ഭക്ഷിക്കും, ഫ്രൂട്ട്സ് ഭക്ഷിക്കും, ദെൻ എന്താണ്? നമ്മുടെ മാംസം, ഇതെല്ലാം ഇറച്ചി, ഇതെല്ലാം ഇവർ എന്ത് ചെയ്തു? ആഹാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ദെൻ യൂസ്ഡ് എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. എന്താണ്? വേട്ടയാടാൻ വേണ്ടി ഇച്ചിരിയും കൂടെ മികവാർന്ന എന്താണ്? എക്യുപ്മെന്റ്സ് അല്ലെ എന്താണ്? വെപ്പൻസ് ഒക്കെ ആര് യൂസ് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ഹോമോ ഇറക്ടസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ അടുത്താണ് ഏത്? നമ്മുടെ ഹോമോ നിയാൻഡർതലൻസിസ് കേട്ടോ. ഏതാണ്? ഹോമോ നിയാൻഡർതലൻസിസ്. ഓക്കെ, ഹോമോ നിയാൻഡർതലൻസിസ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്താണ്? 1450 സെന്റിമീറ്റർ ക്യൂബാണ്. എത്രയാണ്? 1450 സെന്റിമീറ്റർ ക്യൂബാണ്. ഇവരുടെ ഫോസിൽ മക്കളെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാവോ? ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. എവിടുന്നാ മക്കളെ കിട്ടിയത്? ജർമ്മനിയിൽ നിന്നാണ്. കണ്ടംപററീസ് ഓഫ് മോഡേൺ മാൻ, ദെൻ സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡ് ആൻഡ് തിക്ക് ഐബ്രോസ്, ബറീഡ് ഡെഡ് ബോഡീസ്. എന്താണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ മക്കളെ, ഇവരുടെ നമ്മൾ പറഞ്ഞു ജർമ്മനിയിൽ നിന്നാണ് ഇവരുടെ ഫോസിൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്താണ്? നമ്മുടെ ആധുനിക മനുഷ്യനോട്, പുതിയ മനുഷ്യനോട് കുറച്ചും കൂടെ ഒക്കെ ഒരു സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ദെൻ എന്താണ്? ഇവരുടെ നെറ്റിത്തടം ചെറുത്, മറ്റേത് ലാർജ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ചെറുതും ചെരിഞ്ഞതുമായിട്ടുള്ള നെറ്റിത്തടമാണ്. പിന്നെ ദെൻ കട്ടി കൂടിയ പുരികങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു ഇവര്? ബോഡീസൊക്കെ, അതായത് ശവശരീരങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? മറവ് ചെയ്തിരുന്നു എന്നുള്ളൊരു ആശയം കൂടെ ഫോസിൽ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി. ദെൻ അടുത്താണ് ഏത്? നമ്മുടെ ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസിന്റെ വന്നപ്പോഴേക്ക് എന്ത് ചെയ്തു? അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1350 സെന്റിമീറ്റർ ക്യൂബാണ്. ഇതാണ് നമ്മുടെ മക്കളെ ആര്? നമ്മൾ അല്ലേ? നമ്മൾ എന്താണ്? ഹോമോസാപ്പിയൻസ് ആണ് അല്ലേ മക്കളെ? നമ്മൾ എന്താണ്? നമ്മുടെ ഏതാണ് നമ്മുടെ സയന്റിഫിക് നെയിം? ഹോമോസാപ്പിയൻസ് കേട്ടോ. ഹോമോസാപ്പിയൻസ്, നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 1350 സെന്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. ഇതാണ് നമ്മൾ മോഡേൺ മാൻ അല്ലെ. അക്വേർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ മെത്തേഡ്സ്, ഡൊമിസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആൻഡ് ബിൽഡ് സിറ്റീസ്, കൾച്ചറലി ദ മോസ്റ്റ് ഇവോൾവ്ഡ് കാറ്റഗറി. എന്താണ്? നമ്മൾ വന്നപ്പോഴേക്കും ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇല്ലേ? നമ്മൾ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ? നമ്മൾ കെട്ടിടങ്ങളൊക്കെ പണിയാൻ തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ആനിമൽസിനൊക്കെ എന്താണ്? ഇണക്കി വളർത്താനൊക്കെ ആയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനിലെ ആളുകൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? സഹലാന്ത്രോപ്പസ് ഉണ്ട്, അസ്ട്രലോപിത്തക്കസ് ഉണ്ട്, ഹോമോ ഹാബിലസ് ഉണ്ട്, ഹോമോ ഇറക്ടസ് ഉണ്ട്, ഹോമോ നിയാൻഡർതാലൻസിസ് ഉണ്ട്, ദെൻ ഹോമോസാപ്പിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ആരാണ്? ഹോമോസാപ്പിയൻസ്. എന്താണ്? ഹോമോസാപ്പിയൻസ്. മക്കളെ ഇനി നോക്കിക്കേ, നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി നോക്കിക്കേ. നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമൻ എവല്യൂഷന്റെ എന്താണ് ക്രേനിയൽ കപ്പാസിറ്റി നോക്കിയാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ്? കപ്പാസിറ്റി കൂടി വരുമായിരുന്നു അല്ലെ? കപ്പാസിറ്റി കൂടി വരുവാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം, 1450 നിന്ന് ഒരു ചെറിയ അല്ലെ കുറവ് വന്നു സംഭവിച്ചു. എന്നാലും എന്താ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും? എന്താണ്? കപ്പാസിറ്റി കൂടിയാണ് വന്നത്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വലിപ്പം അല്ലെ എന്താണ് ചെയ്തത്? കൂടിയാണ് വന്നത്. ഓക്കെ, അങ്ങനെയാണ് മക്കളെ നമുക്ക് നോക്കാം ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. എന്താണ്? മനുഷ്യനിലെ നാഡീവ്യവസ്ഥയെ കുറിച്ച് നോക്കാം. എന്തിനായിരിക്കും നമുക്ക് ഈ നാഡീവ്യവസ്ഥയൊക്കെ ദൈവം തന്നത്? അല്ലെ നമ്മളെ ഫോം ചെയ്തല്ല മനുഷ്യന്റെ ആ ഒരു ബോഡി എന്തിനായിരിക്കും നാഡീവ്യവസ്ഥയൊക്കെ കൂടി ഫോം ചെയ്യിപ്പിച്ചത്? എന്താണ്? നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ് മക്കളെ? നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ മക്കളെ. എന്താണ്? നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആള് വേണ്ടേ? അപ്പൊ അത് ആരാണ്? നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം ആണ് ഇത് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇനി നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിനകത്ത്, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ആളുകളാണ് ഏതൊക്കെയാണ്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് അല്ലേ? നമ്മുടെ തലച്ചോറ്. ദെൻ സ്പൈനൽ കോഡ് എന്താണ്? സുഷ്മിന നാഡി എന്ന് പറയും. ദെൻ എന്താണ്? നെർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? റിസപ്റ്റേഴ്സ്, ഗ്രാഹികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ബ്രെയിന്, നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാണ്? ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്, റിസപ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഈ നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസുകളാണ്. എന്താണ് മക്കളെ? സ്പെഷ്യലൈസ്ഡ് സെൽസുകളാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ
നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ് മക്കളെ? ന്യൂറോൺസ് ആണ്. ക്ലിയർ ആയോ? ന്യൂറോൺസ് ആണ്. ഇനി എന്താണെന്ന് ടീച്ചർ പറഞ്ഞത്? സ്പെഷ്യലൈസ്ഡ് സെൽസുകളാണ്. ഇനി ഈ ന്യൂറോൺസ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയണ്ടേ? ഈ ന്യൂറോൺസ് എന്താ ചെയ്യുന്നത്? ഇവർ എന്ത് ചെയ്യുന്നു? കേപ്പബിൾ ഓഫ് റിസീവിങ് സ്റ്റിമുലൈ ഫ്രം ദ സറൗണ്ടിങ് ആൻഡ് ടു ഫോം സ്യൂട്ടബിൾ മെസ്സേജസ്. എന്താണ് മക്കളെ? നമ്മുടെ ബോഡിയിലെ സറൗണ്ടിങ്സ്, നമ്മുടെ ബോഡി ഉള്ളിലുള്ള, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില മെസ്സേജസ്, എന്തൊക്കെയോ സന്ദേശങ്ങൾ അല്ലെ, പല പല സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ബ്രെയിനിലേക്ക് കൊണ്ട് എത്തിക്കുന്നു അല്ലെ. സ്റ്റിമുലേറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ടു ഫോം സ്യൂട്ടബിൾ മെസ്സേജസ്. എന്താണ് മറ്റ് മെസ്സേജുകളെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള മെസ്സേജ് ആക്കി മാറ്റുന്നത്, നെർവ് ഇമ്പൾസ് ആക്കി മാറ്റുന്നത് ആരാണ്? നമ്മുടെ ആരാണ്? ന്യൂറോൺസ് ആണ് കേട്ടോ. കേപ്പബിൾ ഓഫ് റിസീവിങ് സ്റ്റിമുലൈ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ടു ഫോം സ്യൂട്ടബിൾ മെസ്സേജസ്. എന്താണ്? നമ്മുടെ ബോഡിയിലെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേ, ആവേഗങ്ങൾ, ഒരു ആവേഗങ്ങളിലെ സ്റ്റിമുലേ, അതിനെ എന്താണ്? റിസീവ് ചെയ്തിട്ട് അതിനെ മെസ്സേജ് ആക്കി മാറ്റുന്നത് ആരാണ്? നമ്മുടെ ന്യൂറോൺസ് ആണ്. ഓക്കെ, ന്യൂറോൺസ് ആണ്. ഇനി നമുക്ക് നെർവസ് സിസ്റ്റത്തെ കുറിച്ചല്ലേ പറയുന്നത്? ഓക്കെ, നെർവസ് സിസ്റ്റത്തിന് 2 പാർട്ടുകളുണ്ട്. ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ഏത്? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അല്ലെ. ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ, സുഷ്മിന നാഡിയും നമ്മുടെ ബ്രെയിനും ഏതിൽ വരുന്നതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സും അതുപോലെ തന്നെ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സും. ഓക്കെ, ഇതെന്താണ്? ഇത് ആരെ കണക്ട് ചെയ്യുന്നു? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ബോഡിയിലെ മറ്റ് ഓർഗൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഇവരെല്ലാം ചേർന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആരുമുണ്ട്? റിസപ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നെർവ് ഗാംഗ്ലിയായും ഉണ്ട് കേട്ടോ മക്കളെ. ഏതൊക്കെയാണ്? റിസപ്റ്റേഴ്സും ഉണ്ട്, നെർവ് ഗാംഗ്ലിയായും ഉണ്ട്. അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരുന്നതാണ് ടീച്ചർ പറഞ്ഞത്? 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സും ഉണ്ട്, അതുപോലെ തന്നെ 31 പെയേഴ്സ് ഓഫ് നമ്മുടെ സ്പൈനൽ നെർവ്സും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാണ് വരുന്നത് മക്കളെ? പറഞ്ഞു ആരൊക്കെയാണ് വരുന്നത്? ബ്രെയിനും ഉണ്ട്, നമ്മുടെ സ്പൈനൽ കോഡും ഉണ്ട്. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്തോ 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സും ഉണ്ട്, 31 പെയേഴ്സ് ഓഫ് ആരുമുണ്ട്? നമ്മുടെ സ്പൈനൽ നെർവ്സും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടുകളായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതാന്നാ മക്കളെ പറഞ്ഞ ടീച്ചർ? ഏതാന്നാ പറഞ്ഞേ? ന്യൂറോണുകളാന്ന് പറഞ്ഞു. എന്താണ് മക്കളെ? ന്യൂറോൺസുകളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ന്യൂറോൺ എങ്ങനെ ഇരിക്കണ്ടേന്ന് അറിയണ്ടേ? എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിന്റെ പാർട്സുകൾ എന്തൊക്കെയാന്ന് നമുക്ക് അറിയണ്ടേ? ഇനി നോക്കിക്കോ, ഇതാണ് നമ്മുടെ ന്യൂറോൺ. എന്താണ് നമ്മുടെ ന്യൂറോണിന്റെ പാർട്സുകളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ന്യൂറോണിന്റെ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചോണം കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ ന്യൂറോണിന്റെ സ്ട്രക്ചറുകൾ, പാർട്സുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, സെൽ ബോഡി ഉണ്ട്. എന്തുണ്ട്? ഒരു സെൽ ബോഡി ഉണ്ട് നമ്മുടെ ന്യൂറോണ്. ദെൻ അവിടുന്ന് എന്താണ്? ഒരു ബ്രാഞ്ച് പോയിട്ടുണ്ട് അല്ലെ, കുറെ ബ്രാഞ്ച് പോയിട്ടുണ്ട്. എന്താണ്? 2, 3, 5 ബ്രാഞ്ച് പോയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നു. എന്തെന്നാ പറയുന്നത് മക്കളെ? ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് കുഞ്ഞു നാര് പോലെ അല്ലെ, ത്രെഡ് പോലെ കുറെ വേറെ ബ്രാഞ്ചുകളും പോന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നു. എന്തെന്നാ പറയുന്നത് മക്കളെ? ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മളിപ്പോൾ 3 പാർട്സുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? സെൽ ബോഡി പഠിച്ചു, ഡെൻഡ്രോൺ പഠിച്ചു, ഡെൻഡ്രൈറ്റ് പഠിച്ചു. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, സെൽ ബോഡിയിൽ നിന്ന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് പോയിട്ടുണ്ട് അല്ലെ, ലോങ് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് പോയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. എന്താണെന്ന് മക്കളെ പറയുന്നത്? ആക്സോൺ. ദെൻ ഈ ആക്സോൺ ഇങ്ങനെ നീണ്ടു പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എന്താണ്? കുറച്ച് ബ്രാഞ്ച് ആയിട്ട് മാറി. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നു. എന്തെന്നാ പറയുന്നത് മക്കളെ? ആക്സോണൈറ്റുകൾ എന്നാണ് പറയുന്നത്. എന്താണ്? സെൽ ബോഡിയിൽ നിന്ന് ഒരു വലിയ ബ്രാഞ്ച്, ഒരു ഫിലമെന്റ് പോലെ ഇങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. അതിനെ നമ്മൾ ആക്സോൺ എന്ന് പറഞ്ഞു. ദെൻ അവിടുന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് ആയിട്ട് മാറി. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു?
ആക്സോണൈറ്റുകൾ എന്ന് പറഞ്ഞു. ദെൻ അവിടുന്ന് കണ്ടോ ഈ ആക്സോണൈറ്റിന്റെ ടിപ്പിൽ കണ്ടോ നിങ്ങൾ കുഞ്ഞു മുട്ട് പോലെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. മക്കളെ എന്താ പറയുന്നത്, സിനാപ്റ്റിക് നോബ്. അപ്പൊ നമ്മൾ ഈ സൈഡിൽ ഏതൊക്കെ പാർട്സാണ് പഠിച്ചത്, ആക്സോൺ കണ്ടു, ആക്സോണൈറ്റ് കണ്ടു, സിനാപ്റ്റിക് നോബ് കണ്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂറോണിന്റെ ഏതൊക്കെ പാർട്സുകളാണുള്ളത്, തുടക്കം തൊട്ട് പറഞ്ഞ് ഏതാണുള്ളത്, സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, അവിടുന്ന് ആക്സോൺ ഉണ്ട്, ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ് ഉണ്ട്, ദെൻ അവിടുന്ന് എന്താണ്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. ക്ലിയർ അല്ല മക്കളെ? നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഈ ചിത്രം നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചോണം കേട്ടോ. നോക്കിക്കേ, എന്താണ്, സെൽ ബോഡി ഉണ്ട്, എന്താണുള്ളത്, നമുക്ക് സെൽ ബോഡി ഉണ്ട്, പിന്നെ എന്താണ്, അവിടുന്ന് പോയിരിക്കുന്ന ബ്രാഞ്ചുകളുണ്ട് അല്ലെ, അതിനെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്, ഡെൻഡ്രോണുകൾ എന്ന് പറഞ്ഞു. എന്തെന്നാ പറഞ്ഞ മക്കളെ, ഡെൻഡ്രോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ അവിടുന്ന് കണ്ടോ കുഞ്ഞു ബ്രാഞ്ച് പോയിരിക്കുവാണ്, അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഡെൻഡ്രൈറ്റുകൾ എന്ന് പറഞ്ഞു. ദെൻ സെൽ ബോഡിയിൽ നിന്ന് എന്താണ്, നീളത്തിലൊരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് പോയിട്ടുണ്ട് അല്ലെ, ഒരു ഫിലമെന്റ് പോലെ പോയിട്ടുണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ആക്സോൺ എന്ന് പറഞ്ഞു. ദെൻ ആക്സോൺ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് കുഞ്ഞു ബ്രാഞ്ചായി അല്ലെ, അവിടുന്ന് എന്തായി, അതൊരു കുഞ്ഞു ബ്രാഞ്ച് ആയിട്ട് മാറി അല്ലെ, വേറെ ബ്രാഞ്ചുകളായിട്ട് ഫോം ചെയ്തു, അതിനെ നമ്മൾ ആക്സോണൈറ്റുകൾ എന്ന് പറഞ്ഞു. ദെൻ ഈ ആക്സോണൈറ്റിന്റെ അറ്റത്ത് എന്തുണ്ട് മക്കളെ, കുഞ്ഞു ടിപ്പിൽ എന്തുണ്ട്, നമ്മുടെ സിനാപ്റ്റിക് നോബ് ഉണ്ട്. അപ്പൊ എന്താണ്, ടിപ്പിൽ എന്താണ്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. അപ്പൊ നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവ എന്ത് ചെയ്യുന്നത് നമുക്കറിയണ്ടേ, ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന്. നമ്മുടെ ഫസ്റ്റ് വൺ നമ്മൾ ഏതാണ്, ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ഇമ്പൾസിനെ എന്താണ്, ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ് മക്കളെ. ആരാണ്, ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നു. ദെൻ ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദി സെൽ ബോഡി. എന്താണ്, ഡെൻഡ്രൈറ്റിൽ നിന്ന് വരുന്ന ഇമ്പൾസിനെ വഹിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ സെൽ ബോഡിയിലേക്ക് പോകുന്നു. സെൽ ബോഡിയുടെ മറ്റൊരു പേരും കൂടി ഉണ്ട്, എന്താണ്, സൈറ്റോൺ. സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡി. സെൽ ബോഡി എന്ത് ചെയ്യുന്നു, പാസസ് ഇമ്പൾസ് ടു ദി ആക്സോൺ. എന്ത് ചെയ്യുന്നു, ആ കിട്ടുന്ന ഇമ്പൾസിനെ ആക്സോണിലേക്ക് പാസ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡിയാണ്. ദെൻ അവിടുന്ന് എന്തുണ്ട്, നമ്മുടെ ആക്സോൺ ഉണ്ട് അല്ലെ, ആക്സോൺ എന്ത് ചെയ്യുന്നു, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ്. എന്താണ്, സെൽ ബോഡിയിൽ നിന്ന് കിട്ടിയ ആ ഇമ്പൾസിനെ ആക്സോൺ ക്യാരി ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകുന്നു, ഔട്ട്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആരിലേക്കായിരിക്കും, ആക്സോണിലേറ്റിലേക്കായിരിക്കും അല്ലെ. ദെൻ ആക്സോണൈറ്റ് എന്ത് ചെയ്യുന്നു, ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. അവർക്ക് കിട്ടിയ ഇമ്പൾസിനെ ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ ടിപ്പ്, ആക്സോണിന്റെ ടിപ്പായിട്ടുള്ള സിനാപ്റ്റിക് നോബിലേക്ക് കൊണ്ട് ചെല്ലുന്നു അല്ലെ. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു, സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആരെ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആര്, നമ്മുടെ സിനാപ്റ്റിക് നോബ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? നിങ്ങളുടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, നമ്മുടെ ചിത്രത്തിൽ ഏതാണ് ഡെൻഡ്രൈറ്റ് അല്ലെ, ഇതാണ് അല്ലെ, ഈ അറ്റത്തുള്ള ഈ ടിപ്പാണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു, ഇമ്പൾസ്, നമുക്കൊരു ഇമ്പൾസ് കിട്ടി, ഒരു ആവേഗം അല്ലെ, ഒരു മെസ്സേജ്. ഓക്കെ, ആ ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ് മക്കളെ. ഡെൻഡ്രൈറ്റ്, ഈ റിസീവ് ചെയ്ത ഡെൻഡ്രൈറ്റ് ഇത് ആർക്ക് കൊടുക്കുന്നു, ഡെൻഡ്രോണ് കൊടുക്കുന്നു. ഡെൻഡ്രോണ് കൊടുത്ത് ഡെൻഡ്രോൺ ആർക്ക് കൊടുക്കുന്നു, സെൽ ബോഡിക്ക് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു, സെൽ ബോഡിക്ക് കൊടുക്കുന്നു. സെൽ ബോഡി എന്ത് ചെയ്യുന്നു, അത് ആർക്ക് കൊടുക്കുന്നു, ആ ഇമ്പൾസിനെ ആർക്ക് കൊടുക്കുന്നു മക്കളെ, ആക്സോൺ കൊടുക്കുന്നു. ആക്സോൺ എന്ത് ചെയ്യുന്നു, ഇതേ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ആർക്ക് കൊടുക്കുന്നു, ആക്സോണൈറ്റിന് കൊടുക്കുന്നു. ആക്സോണൈറ്റിന് ആർക്ക് കൊടുക്കുന്നു, സിനാപ്റ്റിക് നോബിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞേ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു. എന്തിനാണ് മക്കളെ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഡെൻഡ്രൈറ്റ് എന്താണ്, ഉദ്ദീപനങ്ങളെ മനസ്സിലാക്കുന്നു. ഡെൻഡ്രോൺ എന്താണ്, ഡെൻഡ്രൈറ്റുകളിൽ നിന്നും ആവേഗം കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. കോശ ശരീരം എന്ത് ചെയ്യുന്നു, ആവേഗത്തെ ആക്സോണിലേക്ക് എന്ത് ചെയ്യുന്നു, കേന്ദ്രീകരിക്കുന്നു. ദെൻ ആക്സോൺ എന്താണ്, ആവേഗം കോശ ശരീരത്തിൽ നിന്നും വഹിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ആരാണ്, ആക്സോണൈറ്റ് എന്ത് ചെയ്യുന്നു, ആവേഗത്തെ സിനാപ്റ്റിക് നോബുകളിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്ററെ സ്രവിപ്പിക്കുന്നു. ഓക്കെ, സ്രവിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആക്സോണെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള എന്താണ് ഒരു പാർട്സ് ആണ്. അത് നെർവസ് സിസ്റ്റത്തിൽ അല്ല, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള വേറെ സെൽസുകൾ, സെൽസ് ഇൻ ദ നെർവസ് സിസ്റ്റം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എപ്പിൻഡൈമൽ സെല്ലുണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റ് ഉണ്ട്, മൈക്രോഗ്ലൈ സെല്ലുണ്ട്, ഷ്വാൻ സെല്ലുണ്ട്, അസ്ട്രോസൈറ്റ്. ഈ സെല്ലുകളെല്ലാം എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന വേറെ സെല്ലുകളാണ് കേട്ടോ മക്കളെ, വേറെ സെല്ലുകളാണ്. ദെൻ എന്താണ്, നമ്മുടെ ആക്സോൺ ഉണ്ടല്ലോ മക്കളെ, ആക്സോൺ
നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ. ആക്സോണെ കവർ ചെയ്ത് എന്താണ് ഒരു ഷൈനി വൈറ്റ് ഫാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈലിൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? മൈലിൻ എന്ന് പറയുന്നത്. മൈലിൻ ഷീത്ത്. അതായത് നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ആക്സോൺ പോവല്ലേ, അപ്പം ഈ ആക്സോണിന് ഉള്ളിൽ ഇതിനെ ഇങ്ങനെ കവർ ചെയ്തൊരു ഭാഗങ്ങളുണ്ട്. ആക്സോണിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഓക്കെ, ഇതിന്റെ ഈ കവറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈലിൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഫോം ചെയ്താന്ന് പറഞ്ഞേ? ഷൈനി വൈറ്റ് ഫാറ്റ് അല്ലെ, ഫാറ്റ് അടിഞ്ഞുകൂടി ഫോം ചെയ്താന്നുള്ളതാണ്. ഷൈനി വൈറ്റ് ഫാറ്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മൈലിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ്. എന്താണ്? നമ്മുടെ മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലേ? അത് എന്താണ്? അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈലിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ്? നമ്മുടെ മൈലിൻ ഷീത്ത് എന്താണ്? ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ ആക്സോൺ അല്ലേ, നമ്മുടെ ന്യൂറോണിന് ആവശ്യമായിട്ടുള്ള നറീഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ മൈലിൻ ഷീത്ത് നമ്മുടെ ആക്സോണെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? മൈലിൻ ഷീത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ആക്സോൺ ഇങ്ങനെ പോവാണ് അല്ലേ, ഇങ്ങനെ നമ്മുടെ ആക്സോൺ അല്ലേ, ഇതാണ് നമ്മുടെ സെൽ ബോഡി. ദെൻ ഇതാണ് നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന നമ്മുടെ ആക്സോൺ അല്ലേ, നീണ്ടു പോകുന്ന ഒരു സ്ട്രക്ചർ ആണ് ആക്സോൺ എന്ന് പറഞ്ഞത് അല്ലേ. നീണ്ടു പോകുന്ന ഒരു സ്ട്രക്ചറാണ് ആക്സോൺ. ഓക്കെ, ഈ ആക്സോണിൽ നോക്കിക്കേ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മക്കളെ, ഇതാണ് കേട്ടോ എന്ത്? നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എന്ത്? നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഫോം ചെയ്തെന്നാ ടീച്ചർ പറഞ്ഞത്? ഷൈനി ഫാറ്റ് അല്ലെ, ഷൈനി വൈറ്റ് ഫാറ്റ് ചേർന്ന് ഫോം ചെയ്താണ് എന്ത്? നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ അല്ലെ, ഇമ്പൾസിന്റെ ട്രാൻസ്മിഷനെ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെ, മെസ്സേജിന്റെ ഇതിനെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് ആരാന്നാണ് പറഞ്ഞത്? നമ്മുടെ മൈലിൻ ഷീത്താന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആക്സോൺ ആവശ്യമായിട്ടുള്ള നറീഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. ദെൻ എന്താണ്? നമ്മുടെ ആക്സോണെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണെങ്കിൽ എന്താണ്? ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്താണ് ഇതിൽ നമ്മുടെ ന്യൂറോണിൽ കൂടെ നമ്മൾ പറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണെന്ന് പറഞ്ഞു. ഈ ന്യൂറോണിൽ കൂടെ എങ്ങനെയാണ് നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ അല്ലേ? നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് കൃത്യമായിട്ട് ഇവർ പാസ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ? നോക്കിക്കോ, നമ്മുടെ ഡെൻഡ്രൈറ്റ് ഓർമ്മയുണ്ടല്ലോ. എന്താണ് നമ്മുടെ ന്യൂറോണിന്റെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് മെസ്സേജ് എങ്ങോട്ട് പോകുന്നു? ഡെൻഡ്രോണിലേക്ക് പോകുന്നു. ഡെൻഡ്രോണിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സെൽ ബോഡി അല്ലെങ്കിൽ എന്തെന്ന് നമ്മൾ പറഞ്ഞത്? സൈറ്റോൺ അല്ലെ. സെൽ ബോഡി അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? സൈറ്റോൺ അല്ലെ, കോശ ശരീരം അല്ലെ. എന്താണ്? നമ്മുടെ സൈറ്റോണിലേക്ക് പോകുന്നു. ദെൻ അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ആക്സോണിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാണ്? സിനാപ്റ്റിക് നോബിലേക്ക് പോകുന്നു. സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞ മക്കളെ? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു കേട്ടോ. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നു കേട്ടോ മക്കളെ. അസറ്റൈൽ കോളിൻ എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ മെസ്സേജ് പോകുന്ന പാസേജ് അല്ലെ, പാത്രമേ മനസ്സിലായല്ലോ? ഏതാണ്? നമ്മുടെ മെസ്സേജസ് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് ന്യൂറോണിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് പോകുന്നു. അവിടുന്ന് സെൽ ബോഡി, അവിടുന്ന് ആക്സോൺ, ദെൻ സിനാപ്റ്റിക് നോബ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ?
ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? സിനാപ്സ്. സിനാപ്സ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജംഗ്ഷൻ ആണ് കേട്ടോ. എന്താണ് മക്കളെ? ജംഗ്ഷൻ. എന്ത് ജംഗ്ഷനാണ്? രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. എന്തെന്നാ പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. നോക്കിയോണേ, ടീച്ചർ വരച്ച് കാണിക്കാവേ. ഇങ്ങനെ പോവാണ് നമ്മുടെ അല്ലേ സെൽ ബോഡിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പോകുന്ന ന്യൂറോണ് അല്ലേ. അറ്റത്ത് എന്തുണ്ടെന്നാ പറഞ്ഞത്? നോക്കിക്കേ, അറ്റത്ത് എന്തുണ്ട്? സിനാപ്റ്റിക് നോബ് ഉണ്ട് അല്ലേ. ഇതൊരു നമ്മുടെ എന്താണ്? ന്യൂറോൺ ആണ്. ഇനി അടുത്തൊരു ന്യൂറോൺ ഉണ്ട്. അടുത്ത ന്യൂറോൺ ഇവിടെ വരും. അപ്പൊ ഇവിടെ വരുമ്പോൾ ഏതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ ഡെൻഡ്രോൺ അല്ലേ, ഡെൻഡ്രൈറ്റ് അല്ലേ, ഡെൻഡ്രൈറ്റ് പോർഷൻ ആണ് വരുന്നത് അല്ലേ. ബാക്കി ഇങ്ങനെ ആക്സോൺ പോകുന്നു. ദെൻ അടുത്ത എന്താണ്? ഇവിടെ ആക്സോണായിട്ട് പോയിട്ട് അറ്റത്ത് സിനാപ്റ്റിക് നോബ്. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ് ഇവിടെ നോക്കിക്കേ. ഇവിടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ജംഗ്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? സിനാപ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, രണ്ട് ന്യൂറോണുകൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ജംഗ്ഷൻ, അതിൽ ഒരാളുടെ എന്താണ് സിനാപ്റ്റിക് നോബ് വരുന്ന റീജിയനും മറ്റേ ആളുടെ എന്താണ് ഡെൻഡ്രൈറ്റ് വരുന്ന റീജിയനും കൂടെ തമ്മിൽ വരുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സിനാപ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിനാപ്സ് നമ്മൾ പറഞ്ഞു ആദ്യം ഇരിക്കുന്ന ആ ന്യൂറോൺ എന്താണ്? സിനാപ്റ്റിക് നോബ്. അറ്റത്തെ ടിപ്പ് എന്താണ്? സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞത്? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ആക്സോണിന്റെ അറ്റത്ത് എന്തുണ്ട്? വെസിക്കിൾസ് ഉണ്ട്. ഈ വെസിക്കിൾസിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത ന്യൂറോന്റെ എവിടെയാണ്? ഡെൻഡ്രൈറ്റിന്റെ ടിപ്പിലാണ്. അവിടെ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ എന്തുണ്ട് മക്കളെ? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ആര് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ഡെൻഡ്രൈറ്റ് അവിടെയുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അതിനെ സ്വീകരിക്കുന്നു. ഓക്കെ, അതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ജംഗ്ഷൻ ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? നമ്മുടെ പ്രീ സിനാപ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്തു. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത ന്യൂറോന്റെ ഡെൻഡ്രൈറ്റുകൾ അവരെ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള റിസപ്റ്റേഴ്സ് അതിനെ സ്വീകരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ന്യൂറോൺസിന്റെ ഇടയിലുള്ള ആ ഒരു സ്മോൾ ഗ്യാപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്? ഓക്കെ, അതിലെ മെയിൻ ആയിട്ടുള്ള പാർട്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെറിബ്രോ ഉണ്ട്. ഏതാണ് മക്കളെ? സെറിബ്രോ ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്, ദെൻ പോൺസ് ഉണ്ട്, മെഡുല്ല ഓംബ്ലാങ്കേറ്റ ഉണ്ട്, ദെൻ എന്താണ് മിഡ് ബ്രെയിൻ ഉണ്ട്, സെറിബെല്ലം ഉണ്ട്. ക്ലിയർ ആയ മക്കളെ? ഏതൊക്കെയാണ്? സെറിബ്രം, ഹൈപ്പോ തലാമസ്, പോൺസ്, മെഡുല്ല, സെറിബെല്ലം, മിഡ് ബ്രെയിൻ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിന്റെ പാർട്സുകൾ. ബ്രെയിൻ എന്താണ്? നമ്മുടെ തലച്ചോറ് അല്ലേ. എന്താണ് തലച്ചോറിന്റെ പാർട്സുകൾ? ഏതൊക്കെയാണ്? സെറിബ്രം, ഇതാണ് സെറിബ്രം, ദെൻ ഹൈപ്പോ തലാമസ്, ദെൻ പോൺസ് ഉണ്ട്, ദെൻ മെഡുലയുണ്ട്, ദെൻ അതുപോലെ നമുക്ക് എന്തുണ്ട്? സെറിബ്രം ഉണ്ട്, ദെൻ എന്തുണ്ട്? മിഡ് ബ്രെയിൻ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെയിനിന്റെ ഒക്കെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓരോ പാർട്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓരോ പാർട്സ് ഓരോരോ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. സെറിബ്രം എന്താണ് ചെയ്യുന്നത്? problem solving, planning and voluntary movements, then act as the center of memory, intelligence, thinking, imagination and sensory experiences. എന്തൊക്കെയാണ്? പ്രശ്നപരിഹാരം, then planning ഒക്കെ അതൊക്കെ നമ്മുടെ ബോഡിയിൽ ആരാണ്? ബ്രെയിനിൽ ആരാണ്? സെറിബ്രം ആണ് ചെയ്യുന്നത്. ദെൻ വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബോഡിയിലെ ചില നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ അതാണ് വോളണ്ടറി മൂവ്മെന്റ്സ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ഓർമ്മശക്തി അല്ലെ, ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ചിന്ത, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ സെറിബ്രം ആണ്. നമ്മുടെ സെൻസറി ഒക്കെ എല്ലാം എന്താണ്? സെൻസറി എക്സ്പീരിയൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രം ആണ്. ദെൻ സെക്കൻഡ് വൺ ഏതാണ് മക്കളെ? സെറിബെല്ലം ആണ് കേട്ടോ മക്കളെ. ഏതാണ്? സെറിബെല്ലം. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അതുപോലെ നമ്മുടെ ബോഡിയിലെ മസ്കുലർ ആക്ടിവിറ്റീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. ദെൻ
എന്താണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ബോഡിയുടെ തുലനാവസ്ഥ, സന്തുലനാവസ്ഥ എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. എങ്ങനെയാണ്? ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ നമ്മുടെ വിശപ്പും ദാഹവും ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ദെൻ അടുത്താണ് ഏത്? മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്താണ്? വിഷനും ഹിയറിങ്ങും, നമ്മുടെ കാഴ്ച ശക്തി, ദെൻ കേൾവി ശക്തി, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കണ്ണിന്റെ, ഐസിന്റെ, ഐബ്രോസിന്റെ ഒക്കെ മൂവ്മെന്റ് സാധ്യമാക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. ദെൻ മക്കളെ അടുത്ത എന്താണ്? പോൺസ്. പോൺസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഐയുടെയും ഫേസിന്റെ ഒക്കെ അവിടുത്തെ മസ്കുലർ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പോൺസ് ആണ്. അതുപോലെ വെന്റിലേഷൻ, നമ്മുടെ ശ്വാസമൊക്കെ ഇല്ലേ അതെടുക്കുന്നതും ആ ഒരു പ്രക്രിയേനെ, ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും പോൺസ് ആണ്. ദെൻ മെഡുല എന്ത് ചെയ്യുന്നു? ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ ബോഡിയിലെ ചില കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ മെഡുല്ല ഓംബ്ലാങ്കേറ്റ. ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്, ദെൻ വെന്റിലേഷൻ, വോമിറ്റിങ്, കഫ് ആൻഡ് സ്നീസിങ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞേ? മെഡുല്ല ഓംബ്ലാങ്കേറ്റ. എന്തിനൊക്കെയാ മക്കളെ? ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 5 സെക്കൻഡ് 10 പ്രാവശ്യം ഹൃദയം ഇടിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറ്റുമോ? നമുക്ക് ഇല്ല. അത്തരത്തിലുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ശ്വാസം വിടുന്നതും ശ്വാസം എടുക്കുന്നതും അതൊക്കെ ഇല്ലേ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മെഡുല്ല ഓംബ്ലാങ്കേറ്റയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? നമുക്ക് ചുമയ്ക്കുന്നു, തുമ്മുന്നു, അല്ലെ, ഛർദ്ദിക്കുന്നു, ഇതൊക്കെ എന്താണ്? നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ എനിക്കിപ്പം ചുമയ്ക്കണമെന്ന് തോന്നുന്നു, അങ്ങനെ പറ്റുന്നതാണോ? അല്ല. ഇപ്പൊ തുമ്മണമെന്ന് തോന്നുന്നു, അല്ലല്ലോ. ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല്ല ഓംബ്ലാങ്കേറ്റയാണ്. അപ്പൊ നമ്മുടെ പാർട്സുകൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് നമ്മുടെ മെഡുല്ല ഓംബ്ലാങ്കേറ്റ. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയാണ് നമ്മുടെ ബ്രെയിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ബ്രെയിൻ്റെ നോക്കിക്കോ. ബ്രെയിനിൽ എന്താണ്? നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും, സ്പൈനൽ കോഡിനെ കവർ ചെയ്ത് ഒരു 3 ലെയേർഡ് മെനിഞ്ചസ് ഉണ്ട്. എന്താണ്? 3 ലെയേർഡ്, 3 കവറുകൾ ചേർന്ന മെനിഞ്ചസ് ഉണ്ട്. ഇതിനിടയിൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് മക്കളെ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പഠിച്ചോണേ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ടീച്ചറോടൊപ്പം പഠിച്ചു പോക്കോണേ. എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്താണ്? ബ്രെയിനിനുള്ളിലാണെങ്കിൽ ബ്രെയിനിന്റെ ക്യാവിറ്റീസിൽ കാണും. ദെൻ സ്പൈനൽ കോഡിലാണെങ്കിൽ അതിന്റെ സെൻട്രൽ കനാലിലും ആയിരിക്കും ഏത് കാണപ്പെടുന്നത്? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എന്താണ്? അതിനെ കവർ ചെയ്ത് ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള മെനിഞ്ചസ് ഉണ്ട്. ഈ മെനിഞ്ചസിനുള്ളിൽ ബിറ്റ്വീൻ മെംബ്രെയിനിടയിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞ? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ല മക്കളെ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിലാണെങ്കിൽ ബ്രെയിനിനുള്ളിലുള്ള ചില ക്യാവിറ്റീസിൽ, ദെൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡിലാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ കനാലിലുമായിരിക്കും ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ, പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസ്. എന്താണ്? നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്നാ പറഞ്ഞത്? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെക്കൻഡ് വൺ ഏതാണ്? എലിമിനേറ്റ്സ് വേസ്റ്റസ്. എന്താണ്? വേസ്റ്റസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത്, അത് സഹായിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതുപോലെ തന്നെ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതുപോലെ തന്നെ പല എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നും ഒക്കെ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഈ ഫംഗ്ഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസ്, എലിമിനേറ്റ്സ് വേസ്റ്റ്, ദെൻ റെഗുലേറ്റ് ദ പ്രഷർ. അത് കഴിഞ്ഞ് എന്താണ്? എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് നമ്മൾ കണ്ടത് നമ്മുടെ പാർട്സ് അല്ലേ? സെറിബ്രം എന്താണ്? പ്രശ്നപരിഹാരം, അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മൾ പറഞ്ഞു അല്ലേ? മെഡുല്ല ഓംബ്ലാങ്കേറ്റ ആണെങ്കിൽ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അല്ലെ, ഛർദി, ചുമ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ് കാണാൻ പോകുന്നത്? നമ്മൾ സ്പൈനൽ കോഡ്. ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ബ്രെയിൻ,
സ്പൈനൽ കോഡ്, നെർവ്സ്, റിസപ്റ്റേഴ്സ് ഒക്കെ അല്ലേ. അതിൽ നമ്മൾ എന്താണ് പറഞ്ഞു, നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണെന്ന് പറഞ്ഞു. ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. ഇനി എന്താണ് സ്പൈനൽ കോഡിനെ കുറിച്ച് നമ്മൾ കാണപ്പെടുന്നത്. എന്താണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നാ നാഡി എന്ന് പറയും. എന്താണ് സുഷുമ്നാ നാഡി? ഇതെന്താണ്? ട്രാൻസ്മിറ്റ്സ് മെസ്സേജസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ബ്രെയിൻ ടു ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇത്രേ ഉള്ളൂ മക്കളെ. കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ടല്ലോ. ആ മെസ്സേജ് നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ സ്പൈനൽ കോഡ് ഈ മെസ്സേജുകളെല്ലാം സ്വീകരിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കൊടുക്കുന്നു. അവിടുന്ന് എന്താണ് ബ്രെയിൻ കൊടുക്കുന്ന അവിടെ ചെന്ന് കഴിയുമ്പോൾ മെസ്സേജ് കിട്ടി കഴിയുമ്പോൾ ആ ബ്രെയിൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു? ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ സ്പൈനൽ കോഡാണ്. ക്ലിയർ ആയ മക്കളെ? എന്താണ് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിനെ സ്വീകരിച്ചിട്ട് അത് ആർക്ക് കൊടുക്കുന്നു? ബ്രെയിന് കൊടുക്കുന്നുണ്ട്. ബ്രെയിൻ എന്ത് ചെയ്തു? ബ്രെയിൻ അതിനെല്ലാം കോഡ് ചെയ്ത് സെറ്റാക്കി മനസ്സിലാക്കി അതിനുള്ള റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നു? സ്പൈനൽ കോഡിലൂടെ ആർക്ക് കൊടുക്കുന്നു? ബോഡിയുടെ വിവിധ ഓർഗൻസിലേക്ക് കൊടുക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് ചെയ്യുന്നത്. ഇനി സ്പൈനൽ കോഡിനകത്ത് എന്തൊക്കെയുണ്ട്? ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്. നോക്കി, ഡാർക്ക് പോർഷൻ ആണ് ഗ്രേ മാറ്റർ, ദെൻ ഇത് വൈറ്റ് മാറ്റർ. ദെൻ ഇതിന്റെ പാർട്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒരു സെൻട്രൽ കനാൽ ഉണ്ട്. നമ്മൾ പറഞ്ഞു സെൻട്രൽ കനാലിലാണ് ആരുള്ളത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രൽ കനാലിലാണ് പറഞ്ഞു. ദെൻ അടുത്തൊരു പോർഷൻ ആണ് ഡോർസൽ റൂട്ട്. ഏതാണ് മക്കളെ? ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ട് എന്നാ ചെയ്തെന്ന് അറിയാവോ? ട്രാൻസ്മിറ്റ്സ് ദ മെസ്സേജസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി സ്പൈനൽ കോഡ്. എന്താണ് മെസ്സേജസുകൾ? എന്താണ് നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മെസ്സേജസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? എങ്ങോട്ട് കൊടുക്കുന്നു? സ്പൈനൽ കോഡാണ് ഈ മെസ്സേജിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ വെൻട്രൽ റൂട്ട് ഉണ്ട്. ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട് ഉണ്ട്. വെൻട്രൽ റൂട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. എന്താണ് ബ്രെയിനിൽ കിട്ടിയ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് സ്പൈനൽ കോഡ് അത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്ത് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഏതൊക്കെയാണ്? വൈറ്റ് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, ഗ്രേ മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ എന്താ ഉണ്ടെന്ന് പറഞ്ഞു? സെൻട്രൽ കനാൽ ഉണ്ട്, അവിടെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളതെന്ന് പറഞ്ഞു. ദെൻ ഡോർസൽ റൂട്ട് ഉണ്ട്. എന്താണ് മക്കളെ? ഡോർസൽ റൂട്ട് ഉണ്ട്, ദെൻ വെൻട്രൽ റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പൈനൽ കോഡ് എന്താ ചെയ്യുന്ന പറഞ്ഞു? മെസ്സേജ് അല്ലെ, നമ്മുടെ ബോഡിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിനെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ബ്രെയിൻ അത് എന്ത് ചെയ്യുന്നു? അത് വായിച്ച് മെസ്സേജ് എന്താണ് അതിനുള്ള റിപ്ലൈ, ഉത്തരം അല്ലെ, ഉത്തരം എന്ത് ആർക്ക് കൊടുക്കുന്നു? സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്നു. സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നു? അത് അവിടുന്ന് ഇങ്ങോട്ടാണോ ഏത് ഓർഗൻസിനാണോ വേണ്ടത് ആ ബോഡി പാർട്സിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയാണ് സ്പൈനൽ കോഡിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോണിനെ കുറിച്ചാണ്. ഏതാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഏതൊക്കെയാണ്? സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മോട്ടോർ ന്യൂറോണും ഉണ്ട്. ഏതാണ് മക്കളെ? മോട്ടോർ ന്യൂറോണും ഉണ്ട്. ഏതാണ്? സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്. ഓക്കെ, ഇനി സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ സെൻസറി ന്യൂറോൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം റിസപ്റ്റേഴ്സ് ടു CNS. എന്താണ്? റിസപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്പൾസസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? CNS എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS എന്താണോ പറഞ്ഞ ടീച്ചർ? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ? ഓക്കെ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എന്താണ് ഈ ഒരു ഇമ്പൾസിനെ കൊടുക്കുന്നത് ആരാണ്? സെൻസറി ന്യൂറോണുകളാണ് കേട്ടോ. സെൻസറി ന്യൂറോണുകളാണ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം റിസപ്റ്റേഴ്സ് ടു CNS അല്ലെ. റിസപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇമ്പൾസിനെ ആർക്ക് കൊടുക്കുന്നു? CNSലേക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ദെൻ അടുത്ത എന്താണ് മക്കളെ? മോട്ടോർ ന്യൂറോൺ ആണ്. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം CNS ടു എഫക്റ്റർ ഓർഗൻസ്. എന്താണ്? CNSൽ നിന്ന് എത്തിയ ആ ഒരു ഇമ്പൾസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? എഫക്റ്റർ ഓർഗൻസിലേക്ക് കൊടുക്കുന്നു. എഫക്റ്റർ ഓർഗൻസിലേക്ക് കൊടുക്കുന്നു. അത് എന്താവാം? മസിൽസ് ആവാം, ഗ്ലാൻഡ്സ് ആവാം. എഫക്റ്റർ ഓർഗൻസിലേക്ക് കൊടുക്കുന്നു മക്കളെ. ദെൻ ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെൻസറി ന്യൂറോണെ മോട്ടോർ ന്യൂറോണെ കണക്ട് ചെയ്യുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? ഇന്റർ ന്യൂറോൺസ് ആണ്. എന്താണ്? നമ്മുടെ സെൻസറി ന്യൂറോണെ മോട്ടോർ ന്യൂറോണെ കണക്ട് ചെയ്യുന്നത് ആരാണ്? ഇന്റർ ന്യൂറോൺ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാണ്? സെൻസറി ന്യൂറോൺ പറഞ്ഞു,
മോട്ടോർ ന്യൂറോൺ പറഞ്ഞു, ഇന്റർ ന്യൂറോൺ പറഞ്ഞു. ഇവരെല്ലാം എന്ത് ചെയ്യുവാണ്? മെസ്സേജുകളൊക്കെ എന്തല്ല മെസ്സേജ് കിട്ടും, ഇമ്പൾസസ് അല്ലെ, മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരിടത്ത് നിന്ന് റിസപ്റ്ററിൽ നിന്ന് സ്വീകരിച്ചിട്ട് CNSലേക്ക് കൊടുക്കുന്നത് ആരാണ്? സെൻസറി ന്യൂറോൺ ആണ്. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? CNSൽ നിന്ന് കിട്ടുന്ന ഈ മെസ്സേജിനെ എങ്ങോട്ട് കൊടുക്കുന്നു? എഫക്ടറിന് കൊടുക്കുന്നു. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? സെൻസറി ന്യൂറോണെ മോട്ടോർ ന്യൂറോണെ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇന്റർ ന്യൂറോൺ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെർവ്സുകൾ ഏതൊക്കെയാണ്. നെർവുകൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഏത്? നെർവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെർവുകൾ ഏതൊക്കെയുണ്ട്? സെൻസറി നെർവ് ഉണ്ട്, മോട്ടോർ നെർവ് ഉണ്ട്, മിക്സ്ഡ് നെർവ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? സെൻസറി നെർവ് ഉണ്ട്, മോട്ടോർ നെർവ് ഉണ്ട്, അതുപോലെ തന്നെ മിക്സ്ഡ് നെർവ് ഉണ്ട്. ഇനി സെൻസറി നെർവിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? സെൻസറി ന്യൂറോൺസ് ആണ്. എന്താണ്? സെൻസറി ന്യൂറോൺസ് ആണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? സെൻസറി ന്യൂറോൺ ആണ്. ദെൻ മോട്ടോർ നെർവിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? മോട്ടോർ ന്യൂറോൺ ആണ്. ഏതാണ്? മോട്ടോർ ന്യൂറോൺ ആണ്. ദെൻ മിക്സഡ് നെർവിനകത്ത് എന്താണ്? സെൻസറി ന്യൂറോണും ഉണ്ട്, മോട്ടോർ ന്യൂറോണും ഉണ്ട്. ഓക്കെ, ഇനി ഇവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ്സ് സെൻസറി ഇമ്പൾസസ് ഫ്രം റിസപ്റ്റേഴ്സ് ടു ദി CNS. എന്താണ്? സെൻസറി ഇമ്പൾസുകളെയാണ് കേട്ടോ. സെൻസറി ഇമ്പൾസുകളെ എന്ത് ചെയ്യുന്നു? റിസപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന സെൻസറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നമ്മൾ തൊടുന്നത് അല്ലെ, നമ്മൾ അനുഭവിക്കുന്ന ടേസ്റ്റ് അല്ലെ, ഇതൊക്കെ എന്താണ്? സെൻസറിനകത്ത് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസപ്റ്റേഴ്സ് കിട്ടുന്ന സെൻസറി ആയിട്ടുള്ള ഇമ്പൾസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? CNSലേക്ക് കൊടുക്കുന്നത് ആരാണ്? സെൻസറി നെർവുകളാണ്. ദെൻ മോട്ടോർ നെർവുകൾ എന്താണ് ചെയ്യുന്നത്? CNS തരുന്ന ഇൻസ്ട്രക്ഷൻസുകൾ അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റം തരുന്ന ഇൻസ്ട്രക്ഷനുകൾ ഓർഗൻസിലേക്ക്, ഏത് ഓർഗൻസിലേക്കാണ്? കൈയുടെ അറ്റമാണ് അല്ലെ, കൈയിലേക്കാണ്, കണ്ണിലേക്കാണ്, ചെവിയിലേക്കാണ്, അങ്ങനെ ഓർഗൻസിലേക്ക് ആ ഒരു മെസ്സേജിനെ പാസ് ചെയ്യുന്നത് ആരാണ്? മോട്ടോർ നെർവുകളാണ്. ദെൻ അടുത്താണ് ഏതെന്ന് പറയുന്നത്? മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. മിക്സഡ് നെർവ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി CNS. എന്താണ്? ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ CNS നിന്ന് ഇമ്പൾസിനെ പാസ് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും ആര് തന്നെയാണ്? ഈ മിക്സഡ് നെർവുകൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയായിരുന്നു? സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്, ദെൻ ഇന്റർ ന്യൂറോൺ ഉണ്ട്. ദെൻ ടൈപ്സ് ഓഫ് നെർവ്സുകൾ ഏതൊക്കെയാണ്? സെൻസറി നെർവ് ഉണ്ട്, മിക്സഡ് നെർവ് ഉണ്ട്, മോട്ടോർ നെർവുകളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഇതെന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യുന്നു? റെഗുലേറ്റ്സ് ബോഡി ആക്ടിവിറ്റീസ് ബൈ ഇറ്റ് സെൽഫ്. എന്താണ്? ബോഡി ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നു ബൈ ഇറ്റ് സെൽഫ് അല്ലെ, സ്വന്തമായിട്ട്. ഇനി ഇതിനകത്ത് വരുന്നതാണ് ഏത്? സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഏതൊക്കെയാണ് മക്കളെ? സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഇനി സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ബോഡിയിൽ അല്ലെ, നമ്മളൊരു എമർജൻസി സിറ്റുവേഷന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബോഡി കാണിക്കുന്ന റെസ്പോൺസ് ആണ് ഏതിൽ വരുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. ഇത്രേ ഉള്ളൂ മക്കളെ. നമുക്കിപ്പോൾ ടീച്ചർ പറയാം ഒന്ന് വന്ന് പാട്ട് പാടാൻ പറയാം, അല്ല ഒന്ന് വന്ന് ഒറ്റയ്ക്ക് വന്ന് ഡാൻസ് കളിക്കാൻ പറയാം, ചോദ്യം ചോദിച്ചു അല്ലേ, അപ്പോൾ ഒറ്റയ്ക്കാണ്, അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? പേടി തോന്നുമോ? നിങ്ങളോട് പറയുവാണ് ഇവിടെ വന്നൊന്ന് പ്രസംഗിച്ചേ, ഇവിടെ വന്ന് 2 വാക്ക് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നത്തില്ലേ? അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കടിക്കാനോ പട്ടിയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നത്തില്ലേ? തോന്നും. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താണ്? ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലരുടെ എന്താണ്? പാട്ടുപാടാനൊക്കെ വിളിക്കുമ്പോഴേക്കും എന്താണ്? ചിലരുടെ കാല് വിറയ്ക്കും അല്ലെ, കൈ വിറയ്ക്കും അല്ലെ, ചിലർ ദേഹം മൊത്തം വേർത്തൊഴുകും അല്ലെ, ചിലരുടെ വായിൽ എന്താണ് തുപ്പല്, വെള്ളം വറ്റൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അങ്ങനെ എന്താണ്? പല പല ചേഞ്ചസ് അല്ലെ, പല പല റെസ്പോണ്ട് എന്തുണ്ടാകുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് ഏത് സമയത്താണെന്നാ പറഞ്ഞത്? അത് ഏത് സിസ്റ്റത്തിനകത്താണ് വരുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്താണ് വരുന്നത്. ദെൻ എന്താണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്ത് എന്താണ് വരുന്നത്? നമ്മുടെ ബോഡി റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്ത് എന്താണ്? പ്രിപ്പേഴ്സ് ദ ബോഡി ടു റിലാക്സ്ഡ് കണ്ടീഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ എന്ത് റെസ്പോണ്ട് ആയിരിക്കും കാണിക്കും. അപ്പം സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്ത് ഓർത്തോണം? എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റോ നമ്മുടെ ബോഡി റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പ്രിപ്പയർ ആകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പേടി അല്ലെ, നമുക്കൊരു
ഒരു എമർജൻസി സിറ്റുവേഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡി കാണിക്കുന്ന റെസ്പോൺസ്, അതിൽ ഫസ്റ്റ് വൺ പ്യൂപ്പിൾ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ന് പറയുന്ന പാർട്സ് എങ്ങനെ എന്ത് ചെയ്യും? ഡൈലേറ്റ്സ് ചെയ്യും. ഡൈലേറ്റ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് വികസിക്കുന്നു. ഓക്കെ, നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ്. നമ്മളിപ്പോൾ പേടിച്ച് നിൽക്കുവാണ് അല്ലേ, ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പേടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ഡൈലേറ്റ്സ് ചെയ്യുന്നു. ഡൈലേറ്റ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വികസിക്കുന്നു. അപ്പം നമ്മുടെ സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? സലൈവേനെ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെ സലൈവേനെ സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തുപ്പല്, നമ്മുടെ വായിൽ തുപ്പലില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? അതിൻ്റെ അളവ് കുറയും. ദെൻ ബ്രോങ്കിയോൾ, നമ്മുടെ ശ്വാസനാളത്തിൻ്റെ ഭാഗമാണ്. അത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് വികസിക്കുന്നു. ഓക്കെ, ഉമിനീര് കുറഞ്ഞു അല്ലെ, തുപ്പലല്ല ഉമിനീര് കുറയുന്നു. ദെൻ ബ്രോങ്കിയോൾ എന്ന് പറയുമ്പോൾ ബ്രോങ്കിയോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരിക്കും മക്കളെ? പേടിയുടെ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്? പടപടപടേ ഇരുന്നിരിക്കും അല്ലെ, പടപടാന്നിരിക്കും. എന്താണ്? ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നു, ഈശ്വര ഞാനിപ്പം ബോധം കെട്ടി വീഴുന്നു അല്ലേ. ഹാർട്ട് ബീറ്റ് അപ്പം എന്ത് ചെയ്യുന്നതാണ്? ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? അതിനോട് അനുബന്ധിച്ച ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. ദെൻ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ ഡൈജഷൻ എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു അല്ലെ, സ്ലോ ഡൗൺ ചെയ്യുന്നു. ദെൻ സ്മോൾ ഇൻഡസ്ട്രൈനിൽ എന്താണ്? സ്ലോസ് ഡൗൺ പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രൈനുള്ളിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ് കേട്ടോ. മൂവ്മെന്റ്, ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആ മൂവ്മെന്റ്, ആ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു. ഏത് കണ്ടീഷനിലാണ്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ. ദെൻ ലാസ്റ്റ് വന്ന എന്താണ്? യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യുന്നു? റിട്ടെയിൻസ് യൂറിൻ. യൂറിനെ എന്ത് ചെയ്യുന്നു? പിടിച്ചു നിർത്തുന്നു അല്ലെ, മൂത്രം തടഞ്ഞു നിർത്തുന്നില്ലേ? അതാണ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ. അപ്പൊ എന്തൊക്കെയാണ്? കണ്ണിന്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് കുറയുന്നു. നമ്മുടെ ബ്രോങ്കിയോല വികസിക്കുന്നു. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ഡൈജഷൻ അല്ലെ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവുന്നു. അതുപോലെ തന്നെ യൂറിനെ റീറ്റെയിൻസ് ചെയ്യുന്നു. ഇനി പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരുവാണ് അല്ലെ. പേടിച്ച് തരേണ്ടതെല്ലാം മാറി നമ്മൾ സാധാരണ കൂളായിട്ട് വരും, മൈൻഡ് കൂളായിട്ട് വരുവാണ്. അപ്പം എന്താണ്? അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഐ എന്ത് ചെയ്യുന്നു? കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. കൺസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വികസിക്കുന്നു അല്ല, വികസിക്കുന്നല്ല, ചുരുങ്ങുന്നു. കൺസ്ട്രിക്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നു. ദെൻ സലൈവറി ഗ്ലാൻഡ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, കൂട്ടുന്നു. ദെൻ എന്താണ്? ബ്രോങ്കിയോള എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു, കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. ദെൻ ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരിക്കും? ഡിക്രീസ്ഡ് അല്ലെ, സാധാ സ്റ്റേറ്റിലേക്ക് കുറഞ്ഞു വരും. ആദ്യം ഇടിക്കുന്നതിൻ്റെ ഇതിൽ നിന്ന് കുറഞ്ഞ് ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്ത് വരും. അഡ്രിനൽ ഗ്ലാൻഡിന് ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ദെൻ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നു? ഡൈജഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ത് ചെയ്യുന്നു? പെരിസ്റ്റാൾസിസിനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ദെൻ യൂറിനറി ബ്ലാഡറിൽ എങ്ങനെയായിരിക്കും? പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ശൂന്യമാക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? ഏതൊക്കെയാണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്ത് നമ്മുടെ പീപ്പിൾ ഓഫ് ദ ഐ കൺസ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മുടെ സലൈവയുടെ അളവ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ്ഡ് ആയിരിക്കും. നമ്മുടെ ബ്രോങ്കിയോൾ എങ്ങനെയായിരിക്കും? ചുരുങ്ങിയ അല്ലെ കണ്ടീഷനിലായിരിക്കും. ദെൻ ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരിക്കും? ഡിക്രീസ്ഡ്, കുറഞ്ഞു വരും അല്ലെ. ദെൻ അഡ്രിനൽ ഗ്ലാൻഡിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, ഒരു ഹോർമോൺ അവിടെ സെക്രീറ്റ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ദെൻ എന്താണ്? നമ്മുടെ ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെ, പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ സമയത്ത്. അപ്പൊ എന്താണ്? പെരിസ്റ്റാൾസിസിനെ ഇൻക്രീസ് ചെയ്യും അല്ലെ, മൂവ്മെന്റ് ഓഫ് ദി അല്ലെ, സ്റ്റൊമക്കുള്ളിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ദെൻ യൂറിനറി ബ്ലാഡറിനെ എന്ത് ചെയ്യുന്നു? ശൂന്യമാക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? സിമ്പത്തറ്റിക് സിസ്റ്റത്തിലും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സ്പോണ്ടേനിയസ് റെസ്പോൺസ് അല്ലെങ്കിൽ റിഫ്ലെക്ഷൻ ആക്ഷൻസ്. എന്താ മക്കളെ? ഇതാണ് നമ്മൾ പറഞ്ഞു, ഇതിന് ന്യൂറോൺ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്, നെർവ് ഇമ്പൾസുകളുണ്ട് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇവിടെ ഇത് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? ഇനി ഒരു കണ്ടീഷൻ, ഒരു സാഹചര്യം വരുവാണ്. ഉദാഹരണമായിട്ട് ടീച്ചറിന്റെ മുന്നിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ടീച്ചർ ഇതിലേക്ക് ഇങ്ങനെ കൈ നീട്ട്, കുഞ്ഞു പിള്ളേർ കണ്ടില്ലേ, കുഞ്ഞിനെ ഇങ്ങനെ ഈ തീവട്ടം കാണുമ്പോഴേക്കും അവർക്കൊരു ഒരു ആകാംക്ഷ ഉണ്ട്, അതെന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും? പയ്യെ പോയി അതേ തൊടുമ്പോഴേക്കും, ചൂട് കിട്ടുമ്പോഴേക്കും എന്താണ്? കൈ പൊള്ളുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? കൈ പുറകോട്ട് വലിക്കുന്നു അല്ലേ, പുറകോട്ട് വലിക്കുന്നു. ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ടീച്ചറിന്റെ മുന്നിൽ ഒരു തിരിയുണ്ട്, ടീച്ചറിന്റെ കൈയാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്യുക? ടീച്ചറെ തീരേക്ക് ഇങ്ങനെ കൈ കാണിച്ചപ്പോഴേക്കും ടീച്ചറിന്റെ സെല്ല് അല്ലേ, കയ്യിലെ ഈ ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ,
സ്കിന്ന്. ഇതിന്റെ അവിടെ എന്തുണ്ട്? റിസപ്റ്റേഴ്സുകളുണ്ട്. എന്തുണ്ട് മക്കളെ? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചറിയുന്നു. എന്താ തിരിച്ചറിയുന്നേ? ചൂടാണെന്ന് അല്ലെ? തിരിയുടെ വട്ടത്തിൽ ചൂടല്ലേ? അപ്പൊ ആ ചൂട് തിരിച്ചറിഞ്ഞിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു ഈ മെസ്സേജ്? സെൻസറി ന്യൂറോണ് കൊടുക്കുന്നു. സെൻസറി ന്യൂറോൺ ഇത് ആർക്ക് കൊടുക്കുന്നു? ഇന്റർ ന്യൂറോണിന് കൊടുക്കുന്നു. ഇന്റർ ന്യൂറോൺ ആരെയൊക്കെ കണക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത്? സെൻസറി ന്യൂറോണെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ ഇന്റർ ന്യൂറോണുകൾ. ഈ ഇന്റർ ന്യൂറോൺ ഇത് കഴിഞ്ഞിട്ട് ആർക്ക് കൊടുക്കും മെസ്സേജിനെ? മോട്ടോർ ന്യൂറോണിന് കൊടുക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? മസിലിനെ പ്രവർത്തിപ്പിക്കുന്നു അല്ലെ? മസിലിനോട് പ്രവർത്തിക്കാൻ പറയും. എന്ത് പ്രവർത്തിക്കാനാ പറഞ്ഞേ? കൈ പുറകോട്ട് വലിച്ചോ, ചൂടാണ് അല്ലെ? ചൂടാണത്, കൈ പുറകോട്ട് വലിക്കാൻ പറയുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ? എന്താണ്? ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലെ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചൂടാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? കൈ പുറകോട്ട് വലിക്കുന്നു. മനസ്സിലായ മക്കളെ? റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് ചൂടാണ് എന്നുള്ള ആ ഒരു മെസ്സേജ് സെൻസറി ന്യൂറോണ് കൊടുക്കുന്നു. സെൻസറി ന്യൂറോൺ അവിടുന്ന് ആർക്ക് കൊടുക്കുന്നു? ഇന്റർ ന്യൂറോണ് കൊടുക്കുന്നു. ഇന്റർ ന്യൂറോൺ ആരെയൊക്കെ കണക്ട് ചെയ്യുന്നു? സെൻസറി ന്യൂറോണെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അവിടുന്ന് മോട്ടോർ ന്യൂറോണിലേക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നു. മോട്ടോർ ന്യൂറോൺ ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ മസിൽസ് അല്ലെ? മസിൽസ് ആണല്ലോ നമ്മുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ കൈ പുറകോട്ട് വലിക്കുന്നു. ഇത്രയാണ് റിഫ്ലെക്സ് ആക്ഷൻസിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ റിഫ്ലെക്സ് ആർക്കാണ് കേട്ടോ. അതിന് നമ്മൾ റിഫ്ലെക്സ് ആർക്കാണ് സിസ്റ്റം ഒരു ഒരു സർക്കിൾ പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റിഫ്ലെക്സ് ആർക്കില് അതിന്റെ പാത്വേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്തുണ്ടെന്നാ പറഞ്ഞാൽ? റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ദ സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിനെ, ആ ആവേഗത്തെ അല്ലെ? ആ ആവേഗത്തെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഡിറ്റക്ട് ചെയ്യണ്ടേ? മനസ്സിലാക്കണ്ടേ ചൂടാണെന്ന്? അപ്പൊ എന്ത് ചെയ്യുന്നു? അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ റിസപ്റ്റേഴ്സുകളാണ്. സെക്കൻഡ് വൺ എന്താണ്? സെൻസറി ന്യൂറോണുകളാണ്. സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്ന പറഞ്ഞ മക്കളെ? നമ്മുടെ ഇമ്പൾസിനെ ഉണ്ടല്ലോ, ട്രാൻസ്മിറ്റ് ദ നെർവ് ഇമ്പൾസ് ഫ്രം ദി റിസപ്റ്റേഴ്സ് ടു ദി CNS. റിസപ്റ്റേഴ്സിലൂടെ കിട്ടിയ നമ്മുടെ ആ മെസ്സേജിനെ, ആ ഇമ്പൾസിനെ ആർക്ക് കൊടുക്കുന്നു? CNSലേക്ക് കൊടുക്കുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? റിസീവ്സ് ദി ഇമ്പൾസ് ഫ്രം ദി സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോണിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇമ്പൾസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? മോട്ടോർ ന്യൂറോണിലേക്ക് കൊടുക്കുന്നു അല്ലെ? സെൻസറി ന്യൂറോണിലേക്ക് കിട്ടിയ നമ്മുടെ ആ ഒരു ചൂടെന്ന് പറഞ്ഞ ആ മെസ്സേജിനെ ആർക്കും കൊടുക്കുന്നു? മോട്ടോർ ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? അതിനെ എഫക്റ്റർ ആയിട്ടുള്ള ഓർഗൺ അല്ലെ? ഓർഗനിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എഫക്റ്റർ ഓർഗൻ എന്ത് ചെയ്യുന്നു? മസിൽ അല്ലെ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? കൈ റെസ്പോൺസ് അല്ലെ? എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസ്, കൈ പുറകോട്ട് വലിക്കണം അല്ലെ? കാലിലാണെങ്കിൽ നമ്മൾ കാല് പൊള്ളുക അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാല് പുറകോട്ട് എടുക്കുന്നു അല്ലെ? കാല് മാറ്റി വിടുന്നു അല്ലെ? ആ റെസ്പോൺസ് ആദ്യമാകുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ് അല്ലെ? ഈ ഒരു പാത്വേ ആണ് അല്ലെ? റിഫ്ലെക്സ് ആർക്ക് പാത്വേ. ഏതൊക്കെയാണ്? റിസപ്റ്റർ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്, ദെൻ മോട്ടോർ ന്യൂറോൺ ഉണ്ട്, എഫക്റ്റർ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? ഇത്രയും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെർവസ് സിസ്റ്റമിൻ ഡിഫറെന്റ് ഓർഗാനിസംസ്. ഇനി പല ഓർഗാനിസത്തിലുള്ള നെർവസ് സിസ്റ്റം ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നമ്മൾ എന്താണ് നെർവസ് സിസ്റ്റം, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ കാര്യങ്ങളെ, ആക്ഷൻസിനെയൊക്കെ എങ്ങനെയാണ് ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി എന്താണ് നമ്മൾ മറ്റ് ആളുകളുടെയും കൂടെ നോക്കണ്ടേ നമുക്ക്. ഓക്കെ, മറ്റ് ഓർഗാനിസത്തിന്റെയും കൂടെ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഹൈഡ്രയുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അതിനുള്ളത്. പക്ഷെ അതിന് എന്തില്ല? ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ഇല്ലെന്നാണ് പറയുന്നത്. നോ കൺട്രോൾ സെന്റർ ഈസ് സീൻ. എന്താണ്? ഒരു മെയിൻ ആയിട്ട് നമുക്കൊരു കേന്ദ്ര നാഡീ വ്യവസ്ഥയുണ്ട് അല്ലെ? അതാണ് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് പറഞ്ഞ പോലെ ഇവിടെ ആർക്കില്ല? ഹൈഡ്രക്കില്ല. പക്ഷെ എന്തുണ്ട്? ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട് വിത്ത് നോ കൺട്രോൾ സെന്റർ. ഓക്കെ, ദെൻ പ്ലനേറിയ എന്ന് പറഞ്ഞ ആ ഒരു ഓർഗാനിസത്തിന്റെ എന്താണുള്ളത്? നെർവ് ഗാംഗ്ലിയാണുള്ളത്. എങ്ങനെ? പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയാണുള്ളത്. എവിടെയാണ്? അതിന്റെ ഹെഡ് റീജിയനിലാണ് കേട്ടോ. ഇതാണ് പിള്ളേരെ, ഇതാണ് കേട്ടോ മക്കളെ, ഇതാണ് കേട്ടോ ഹെഡ് റീജിയനിൽ എന്താണ്? പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയാണുള്ളത്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ബോഡിയിലെ ഓരോ ആക്ഷൻസിനെ എന്ത് ചെയ്യുന്നത്? ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇവരെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? പ്ലനേറിയാണ്. ദെൻ അടുത്ത എന്താണ്? ഇൻസെക്റ്റുകളിൽ, പ്രാണികളിലൊക്കെ അല്ലെ? നമുക്കിവിടെ കുറെ പ്രാണികളില്ലേ? ഓക്കെ, ഇവരിലൊക്കെ എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അറിയണ്ടേ? ആരാണ്? The neurons in the head region unite to evolve into a clear and somewhat developed brain. The ganglia of paired nerve fibers emerging from this are seen in each segment. എന്താണ്?
ഹെഡ് റീജിയനിൽ എന്താണ് യൂണിറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ബ്രെയിൻ പോലെ, ചെറിയൊരു ബ്രെയിൻ പോലെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഗാംഗ്ലിയ ഉണ്ട്, അതുപോലെ തന്നെ നെർവ് ഫൈബേഴ്സിൻ്റെ ഗാംഗ്ലിയാണ്. അത് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും ഫോം ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ? ഹൈഡ്ര, പ്ലനേറിയ, ഇൻസെക്റ്റ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കാൻ, നെർവസ് സിസ്റ്റം ഇൻ അതർ ഓർഗാനിസം കേട്ടോ. ഇത് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ആകെ 3 എണ്ണേ ഉള്ളൂ. ആരൊക്കെയാണ്? ഹൈഡ്ര, പ്ലനേറിയ, നമ്മുടെ ഇൻസെക്റ്റുകൾ. ഓക്കെ, ക്ലിയർ ആയാലും മക്കളെ? ഇത്രയും. ഇനി നമ്മൾ എന്താണ് അതിന് പുറകോട്ടായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? റിഫ്ലെക്സ് ആർക്ക് പാത്വേ എന്താന്ന് പറഞ്ഞു അല്ലേ? അതിൽ റിസപ്റ്റർ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്, മോട്ടോ ന്യൂറോൺ ഉണ്ട്, ദെൻ എഫക്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എഫക്റ്റർ ഉണ്ട്. എഫക്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മസിൽ അല്ലേ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പറഞ്ഞത്? സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ? റെസ്പോൺസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് അല്ലെ? പിന്നെ എന്ത് നമ്മൾ കണ്ടത്? പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക് സിസ്റ്റവും നമ്മൾ കണ്ടു. ടൈപ്സ് ഓഫ് നെർവുകൾ കണ്ടു, ടൈപ്സ് ഓഫ് ന്യൂറോൺ നമ്മൾ കണ്ടു. ദെൻ എന്താണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ പ്രത്യേകത, അതിന്റെ പാർട്സ് കണ്ടു. ദെൻ നമ്മുടെ ബ്രെയിനിന്റെ പാർട്സുകൾ നമ്മൾ കണ്ടു അല്ലെ? സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, പോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, മെഡുല ഓംബ്ലാങ്കേറ്റ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ദെൻ മിഡ് ബ്രെയിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ സിനാപ്സ് എന്ന് പറഞ്ഞു. എന്താണ്? 2 ന്യൂറോൺസുകളുടെ ഇടയിലുള്ള ജംഗ്ഷൻ. ഓക്കെ, അതാണ് എന്ത് സിനാപ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ മെസ്സേജ് പോകുന്ന വഴി അല്ലെ? ന്യൂറോണിൽ കൂടെ എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണ്, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക്, സെൽ ബോഡിയിൽ നിന്ന് എങ്ങോട്ടാണ്? ആക്സോൺ, ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബ് ഉണ്ട്. സിനാപ്റ്റിക് നോബിനെ എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ മക്കളെ, പാർട്സുകൾ നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? സെൽ ബോഡി, ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിന് മുന്നേ നമ്മൾ എന്താണ് മനുഷ്യന്റെ ഹ്യൂമൻ എവല്യൂഷന്റെ ഓരോ ആളുകളെയും കണ്ടു. ദെൻ നമ്മൾ തിയറി ഓഫ് എവല്യൂഷനകത്ത് ആരെയൊക്കെ കണ്ടു? നമ്മുടെ ഡാർവിനെയും ലാമാർക്കിനെയും കണ്ടു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫുൾ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ.